ആധ്യാത്മികതയിൽ അഹങ്കരിക്കണവരാണ് ആത്മവഞ്ചന ചെയ്യണവന്മാരിൽ വെച്ച് ഏറ്റവും ഹൈറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചന അവനവനെ ചതിക്കല. അവനവനെ ചതിക്കണവൻ മറ്റുള്ളവനെ ചതിക്കും. അവനവനെ ചതിക്കാത്തവൻ ഒരിക്കലും മറ്റൊരാളെ ചതിക്കാൻ പറ്റില്ല. ഈ മഹാപുരുഷന്മാരെയൊക്കെ നമ്മൾ അവർ ദേവതകളല്ലേ മഹാത്മാക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് വാസ്തവത്തിൽ അപമാനിക്കുകയോ അവരുടെ മെറിറ്റും അവരുടെ കഷ്ടപ്പാടും അവർ ആ നേടിയെടുത്ത ആ സ്റ്റേച്ചറിൻ്റെ വാല്യൂ നമ്മൾ ഡിമിനിഷ് ചെയ്ത് കളിയായി. ഭഗവാന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എന്നല്ല എൻ്റെ അനുഭവം. അതാണ് അദ്ദേഹം ഞാൻ ഇനി വിചാരിക്കണ അബദ്ധമാണെന്ന് നാട്ടുകാർ പറഞ്ഞാലും അത് ശരിയാണെന്ന് ആക്കി തീർത്തിട്ട് ഗുരുവായൂരപ്പൻ. നമ്മളവിടെ മനുഷ്യനായിട്ടിരുന്ന കൃഷ്ണനെ കാണണ്ടു, എന്നാലേ നമുക്ക് അദ്ദേഹം ഇൻസ്പിറേഷനാവുള്ളൂ. പരിഹസിച്ച് പറഞ്ഞവൻ ഗുരുവല്ല, അവൻ പറയില്ല. പരിഹസിച്ച് പറഞ്ഞവൻ താനൊരു സംഭവമാണെന്ന് വിചാരിക്കണവനെ പരിഹസിച്ച് പറയും. ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ആൻഡ് ബ്രെയിനി. അവിടെയാണ് നമ്മളിനി ഇൻ്റലിജൻസിന് വാല്യൂ കൊടുത്തിട്ട് ഡിവോഷന് താഴ്ത്തിയാണല്ലോ പറയുക. ഉദ്ധവൻ അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ തിങ്കേഴ്സിൽ ഒരാളാണ്, ഏറ്റവും വലിയ സ്ട്രാറ്റജിസ്റ്റാണ്. ആ ആളാണ് ഇത്ര ഡിവോട്ടഡായിരുന്നു. നരസിംഹ ഒരാളെ കൊന്നിട്ടുള്ളൂ, കൃഷ്ണൻ ലക്ഷക്കണക്കിന് പേരെ കൊന്നവനാണ്. ശ്രീരാമനെയും കളിയാക്കണില്ലേ, വട്ടരിപ്പാട് കളിയാക്കണില്ലേ. ധർമ്മം അധികം ആചരിച്ചാലും സ്നേഹം അധികമായാലും കണ്ണീരാണ് ബലന്ന് കാണിക്കാനല്ലേ ഗുരുവായൂരപ്പ നീ രാമൻ്റെ വേഷോട് ഇങ്ങനെ. സത്യമാണ്, എക്സ്ട്രീംസ് മതി. ഭീഷ്മർക്കും അതാ പറ്റണത്. നമ്മൾ നിർത്താതെ അങ്ങോട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പ്രാർത്ഥന. ഒരു നിമിഷം നിർത്തി ഭഗവാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടാൽ അത് ധ്യാനം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്നുള്ള ആ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു നമ്മളെത്തി അയാളുടെ അനുഭവം. പിന്നീട് അയാൾ വിളിക്കുകയും കുറേ മെസ്സേജ് ടച്ചിൽ ഉണ്ടായി പിന്നീട് അദ്ദേഹം. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഗുരുവായൂർ പോയി കാണാൻ പറയുക ചെയ്ത്. അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമൻസ് വായിക്കാറില്ല, മെസ്സേജസ് നോക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഭഗവാൻ തരണു, അത് കഴിഞ്ഞ് കൊടുത്തു, എൻ്റെ ജോലി കഴിഞ്ഞു. പാത്രവും സ്പൂണും കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ആൾ പോയി കഴിഞ്ഞു. നമ്മൾ സ്പൂണാ അല്ലെങ്കിൽ പാത്ര, അത്രേ ഉള്ളൂ. അതിൽ കവിഞ്ഞിട്ടൊരു റോളൊന്നും നമുക്കില്ല. ഇതിൽ നമ്മളുണ്ടെന്ന് കരുതുന്നത് നമ്മുടെ വിഡ്ഢിത്തരാണ്. ഒരു സ്പൂണ് കരുതുകയാണ് എന്നെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കറിക്ക് സ്വാദ് കൂടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഏത് ഉപകരണവും അത് ഉപയോഗിക്കണവൻ്റെ കയ്യിലിരിക്കുന്നതാണ്. ആ ആളുടെ വൈഭവമാണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ ആ കമൻറ്റുകളൊന്നും എനിക്കുള്ളതല്ല. നല്ലത് പറഞ്ഞാലും എനിക്കുള്ളതല്ല, ചീത്ത പറഞ്ഞാലും എനിക്കുള്ളതല്ല. അത് ഗുരുവായൂരപ്പനുള്ളതാണ്. ഞാനതിൽ അവിടെ പോയിട്ട് അതെല്ലാ പ്രഭാഷണം കഴിയുമ്പോൾ സ്ഥലത്തിനും പറഞ്ഞൊരു വാക്കാണല്ലോ, ഞാൻ നല്ലത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂർ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെൻ്റെ എന്ന് പറയും. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എല്ലാം ഭഗവാന് സമർപ്പിക്കണം എന്ന് പറഞ്ഞ ആളാണ്. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഭഗവാന് കൊടുക്കണം. അങ്ങനെ കൊടുക്ക ശുദ്ധീകരണം വരുമ്പോൾ പിന്നെ കൊടുക്കാൻ ശരി മാത്രമേ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ആയി മാറും. ആ പ്രോസസ്സ് നമ്മൾ തുടങ്ങണ കാലത്ത് നമുക്ക് തെറ്റുകളും കൊടുക്കാനുണ്ടാവും. നല്ലത് മാത്രമേ ഭഗവാന് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. തെറ്റും കൊടുക്കണം, എല്ലാം സമർപ്പിക്കണം. പ്രഭാഷണത്തിൽ ഞാൻ പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ശരത്തേട്ടൻ ശരി മാത്രം ഭഗവാന്റെ ആണെന്ന് പറയണു, തെറ്റ് ശരത്തേട്ടൻ്റെ ആണ് പറഞ്ഞു. പക്ഷേ ശരത്തേട്ടൻ തന്നെ പറഞ്ഞു എല്ലാം സമർപ്പിക്കണമെന്ന്. ഞാൻ തെറ്റ് എൻ്റെ ആണെന്നേ പറയണുള്ളൂ, ഞാൻ തെറ്റ് സമർപ്പിക്കണില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് നമ്മൾ എടുക്കണം. നമ്മളൊരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് എടുക്കരുത്. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മളത് ഭഗവാനിലേക്ക് കൊടുത്തേക്കണം, നമ്മുടെ കയ്യിൽ വെച്ചേക്കരുത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അഹങ്കാരം വരില്ല. തെറ്റ് ചെയ്യണമെങ്കിൽ അത് ഓൺ ചെയ്തിട്ട് ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞതിന് ശേഷം അത് ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് വിനയവും വരും, കറക്ഷൻ വരും ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ടാണ് എന്തെങ്കിലും നല്ലത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പനാണ് പറഞ്ഞത്. എന്തെങ്കിലും തെറ്റ് പറഞ്ഞെങ്കിൽ അത് ശരത്ത് ഹരിദാസൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യനായ സാധാരണ മനുഷ്യനായ നിങ്ങളെപ്പോലെ പിച്ചാലോ കുത്തിയാലോ വേദനിക്കണ, സങ്കടം വരണ, ചിരിക്കണ സാധാരണ മനുഷ്യൻ, നാളെ മരിച്ചു പോകാൻ പോണ ഒരു സാധാരണ മനുഷ്യനായിട്ടൊരാളാണ് ഈ പറയണത്. അപ്പോൾ ഞാനെപ്പോഴും പറയും, ഒരു പിടി നെല്ലാണെന്ന് വിചാരിക്കുക പ്രഭാഷണത്തിന്, അല്ലെങ്കിൽ ഒരു പിടി അവിലാണെന്ന്. അതിൻ്റെ നേരെ നല്ലത് ഒരു പിടി എന്നിട്ട് എടുത്തു എന്ന് അത് ആദ്യം തന്നെ ഭഗവാന് കൊടുത്തു. നല്ലത് മുഴുവൻ അപ്പം തന്നെ കൊടുത്തു. അതിൽ കേടായിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്തിന് ഒന്ന് പിടിച്ചിട്ട് ഇത് ഞാനാണ്, ഇത് എൻ്റെ ഭാഗത്തായിരുന്നു. അതും പക്ഷേ ഭഗവാന് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും അവസാനം ഞാൻ എന്താ പറയുന്നത്, ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ഈ പ്രഭാഷണത്തിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അതിൽ എൻ്റെ തെറ്റും ഭഗവാന്റെ ശരിയും ഒക്കെ പെട്ടു. അപ്പോൾ സമർപ്പണം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ തെറ്റ് കൊടുക്കാതെ അത് മാത്രം എടുത്ത് എൻ്റെ ആക്കി വെച്ച് നല്ലത് മാത്രം ഗുരുവായൂരപ്പന് കൊടുക്കുക, പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ചെയ്യേ. അത് വേറൊരു കഥ എപ്പോഴും പറയുന്നത്, എനിക്കിപ്പോഴും ഓർക്കുന്നത്, ഞാൻ പേര് ഓർക്കുന്നില്ല,
എന്നെയും ഭഗവാനല്ലേ സൃഷ്ടിച്ചതെന്ന് ഒരു ചോദ്യം നമ്മളൊന്ന് വരുമ്പോൾ ഒരു കഥ പറഞ്ഞിരുന്നു. ആ. പുരാണത്തിലൊക്കെ അറിയാം അത് കാളിയൻ്റെ കളിൻ്റെ കാര്യം. കാളിയമർദ്ദനത്തിൽ ഭഗവാൻ ഈ മർദ്ദനം കഴിഞ്ഞിട്ട് ആ രക്തമൊക്കെ തുപ്പി കാളിയൻ്റെ പത്നിമാർ വന്നിട്ട് മംഗല്യഭിക്ഷ, അതായത് മംഗല്യഭിക്ഷ വെച്ചാൽ അവരുടെ മംഗല്യം നഷ്ടപ്പെടുത്തരുത് അവർ ഭഗവാനോട് പറയുമ്പോൾ ഭഗവാൻ രമണകത്തിലേക്ക് പോകാനായിട്ട് കൽപ്പിക്കണതിന് തൊട്ട് മുമ്പ് കാളിയൻ്റെ ഒരു പശ്ചാത്താപമുണ്ട്. കാളിയൻ പക്ഷെ ചോദിക്കുന്നത് വളരെ നല്ല ചോദ്യം. റിലവൻ്റ്, എനിക്ക് ഭയങ്കര റിലവൻ്റ് തോന്നി. കാളിയൻ പറയും, ഭഗവാനെ ഇത്ര വിഷത്തോടെയും ഇത്ര കോപത്തോടു കൂടിയിട്ടും എന്നെ സൃഷ്ടിച്ചത് അവിടെ നിന്ന് തന്നെയല്ലേ, അങ്ങ് തന്നെയല്ലേ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കും. അത് അപ്പോൾ ഭഗവാൻ പറയും അത് പ്രകടിപ്പിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അത് അവിടെയാണ് ചെയ്യേണ്ടത്, അതിവിടെയല്ല. വേദത്തിൽ സിംഹേമേ മന്യു എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്ന മന്ത്രങ്ങൾ അങ്ങനെയുള്ളൂ. എൻ്റെ കോപം സിംഹത്തിലേക്ക് പോട്ടെ, എൻ്റെ ബലം കുതിരയിലേക്ക് പോട്ടെ, എൻ്റെ ചപലത കുരങ്ങിലേക്ക് പോട്ടെ. കാരണം എന്താ വെച്ചാൽ നമ്മളിൽ ഈ ദുഷിപ്പായിരിക്കുന്ന സാധനങ്ങൾ അതാത് സാധനങ്ങളുടെ അലങ്കാരമാണ്. ചപലയില്ലാത്ത കുരങ്ങനെ ആരെങ്കിലും വില വയ്ക്കുമോ? ഇല്ല. കുരങ്ങെന്ന് പറഞ്ഞാൽ കുരങ്ങനെ ഇരിക്കണം. കുരങ്ങൻ പോയിട്ട് വളരെ നല്ലവനായിട്ട് ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആരും വില വയ്ക്കില്ല. അപ്പോൾ കുരങ്ങനിൽ ചപലത അലങ്കാരമാണ്. അഹങ്കാരമില്ലാത്ത സിംഹത്തിന് ആരെങ്കിലും വില വയ്ക്കുമോ? സിംഹം പറഞ്ഞാൽ അഹങ്കാരിയായിരിക്കണം. സൂത്രശാലിത്വം കുറുക്കനല്ല വേണ്ടത്, പ്രതികാരം വാളിലാണ് പോകേണ്ടത്, ബലം കുതിരയ്ക്കാണ് കിട്ടേണ്ടത്. അപ്പോൾ എനിക്ക് കുഴപ്പമായിട്ടിരിക്കുന്നത് പ്രകൃതിയിൽ മറ്റിടങ്ങളിൽ അത് അമ്മ അങ്ങനെ വെച്ചിട്ടുള്ളത്. പ്രകൃതിയിൽ ഒന്നും വേസ്റ്റല്ല. അപ്പോൾ ആ കാരണം കൊണ്ട് അപ്പോൾ ഭഗവാൻ പറയുന്നത് കാളിയ ഈ വീര്യം, ഈ വിഷം, ഈ ആങ്കർ, എൻ്റെ ഈ ദേഷ്യം അത് ഈ കാളിന്തിയിലെ ജലത്തിലിരുന്നിട്ട് ഈ സാധാരണക്കാർ മനുഷ്യർ ഉപദ്രവിച്ചിട്ട് ഇവിടുത്തെ പക്ഷിമൃഗാദികളെ എരിച്ചു കൊന്നിട്ടും അല്ലാതെ നിനക്കതിനുള്ള ഡൊമൈനുണ്ട്, നീ അവിടെ പോ, നീ എന്തിനും ഇവിടെ കിടക്കണം. ഓരോ ജീവജാലത്തിനും ഞാൻ ഓരോ ഡൊമൈൻ തന്നിട്ടുണ്ട്, യു സ്റ്റേ ദേ. അതാ സസ്റ്റൈനബിലിറ്റി. അത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ളതിൽ പറ്റുന്ന മിസ്റ്റേക്കുകൾ ഞാൻ വ്യക്തിപരമായിട്ട് ഭൗതികമായിട്ടുള്ളതിനെക്കാട്ടിലും വലിയ കുഴപ്പമായിട്ട് കാണാറ്. ഭൗതികമായിട്ട് അഹങ്കരിച്ചാലും കുഴപ്പമില്ല പറയും ഞാൻ. ചിലപ്പോൾ സാരല്ലേ പോട്ടെ, അയാളുടെ ഐശ്വര്യത്തിലല്ലേ അയാൾ അഹങ്കരിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ അധികാരത്തിലല്ലേ അഹങ്കരിക്കുന്നുള്ളൂ. ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണ്. മനസ്സിൻ്റെ അടക്കമാണ് ആധ്യാത്മികത. അയാളുടെ കുറേ ജപിക്കുക, അമ്പലത്തിൽ പോകുക, അതൊന്നുമില്ല. അതിലൊക്കെയുള്ള ഇതിനുള്ള ടൂൾസാണ് ഈ പറഞ്ഞതൊക്കെ. നമ്മൾ ടൂൾസിനെ ഉപാസിക്കുന്ന ആൾക്കാരാണ്, അതിനെ ഗ്ലോറിഫൈ ചെയ്യും. ആ ടൂൾസ്, ഇന്ന ജപം ചെയ്താൽ അതാണ് ശരി, ഇന്ന അമ്പലത്തിൽ പോയാൽ അതാണ്. അതിനല്ല, മനസ്സടങ്ങുക എന്നുള്ളതാണ് ആധ്യാത്മികത. അപ്പോൾ മനസ്സടങ്ങേണ്ട ഗോൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ആധ്യാത്മികതയിൽ ഞാനൊരു സംഭവമാണെന്ന് തോന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ പരം വലിയൊരു അഹങ്കാരം വേറില്ല. അതുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ ഒരുത്തൻ അഹങ്കരിച്ചാലും കുഴപ്പമില്ല എൻ്റെ അഭിപ്രായത്തിൽ, അവൻ അറിവില്ലാണ്ടാണ്. ആധ്യാത്മികത വന്നിട്ട് അഹങ്കാരം കാണിക്കുന്നുണ്ടല്ലോ, അവന് മാപ്പില്ല, അവൻ നശിക്കുകയുള്ളൂ. ഒരു ജന്മം പോലും അവന് മര്യാദയ്ക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. കാരണം ആധ്യാത്മികതയിൽ അഹങ്കരിക്കണവരാണ് ആത്മവഞ്ചന ചെയ്യണവന്മാരിൽ വെച്ച് ഏറ്റവും ഹൈറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചന അവനവനെ ചതിക്കല. അവനവനെ ചതിക്കണവൻ മറ്റുള്ളവനെ ചതിക്കും, അവനവനെ ചതിക്കാത്തവൻ ഒരിക്കലും മറ്റുള്ളവനെ ചതിക്കാൻ പറ്റില്ല. അതാണ് ശരിയായിട്ടുള്ള ആത്മവഞ്ചനയുടെ ഡെഫിനിഷൻ. ഇത് മനസ്സിലാക്കാൻ സാധിക്കായ്മയാണ് ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ ശരീരം കൊണ്ട് മനോബലം കൊണ്ടും നമ്മൾ സാധിച്ചെടുക്കണേനാണ് നമ്മൾ ആത്മവിശ്വാസം പറഞ്ഞത്. ശരിക്കും ആത്മവിശ്വാസം അതല്ല. ഈ ശരീരം പോവും, ഈ മനസ്സും നശിക്കാം, പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ അനശ്വരമായിട്ടുള്ളൊരു ശക്തി ഇരിപ്പുണ്ട് എന്ന് തിരിച്ചറിയലാണ് അമൃതസ്യ പുത്ര. അർജുനെ നോക്കിയിട്ട് ഭഗവാൻ വിളിച്ചാണ് അമൃതത്തിൻ്റെ പുത്ര എന്നാണ് വിളിച്ചത്. ഇത് നിനക്ക് മനസ്സിലാവണ ദിവസം നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആധ്യാത്മികതയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തു വന്നിട്ടുള്ള മെത്തേഡ്സ്. എനിക്കിപ്പോൾ ആരും പറഞ്ഞു തന്നിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യരൊന്നും എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല, കുട്ടികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾ എനിക്ക് ഗുരുനാഥന്മാരായിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ 5 വയസ്സ്, 4 വയസ്സ്, 2 വയസ്സ്, 10 വയസ്സ് വരെയുള്ള കുട്ടികളെ ഞാൻ ഇപ്പോഴും ഗുരുക്കന്മാരായിട്ടാണ്, ഞാൻ അവരെ നമസ്കരിക്കുകയും ചെയ്യും. എന്ന് വെച്ചിട്ട് കുട്ടിയാണെന്നുള്ളത് കൊണ്ട് അവർക്ക് എല്ലാറ്റിനും എളുതരം കൊടുക്കുക എന്നുള്ളൊരു സ്വഭാവം എനിക്കില്ല. അത് ഒരു വിരുദ്ധ സ്വഭാവമാണ് എൻ്റെ. നമ്മൾ സാധാരണ അത് കുട്ടിയല്ലേ എന്ന് പറയും. ഐ ഡോണ്ട് ടേക്ക് ദാറ്റ്. എനിക്കിഷ്ടമല്ല. കാരണം എന്ത് വേഷം മാറി വന്നാലും അകത്തുള്ള സാധനം മാറുന്നില്ല. എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ആ സ്വഭാവത്തിൽ കാണാം. പക്ഷെ കുട്ടികൾ വഴി പലതും, മനുഷ്യരിൽ എനിക്ക് കുട്ടികൾ വഴിയാണ് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടിയിട്ടുള്ളത്. കൊച്ചു കുട്ടികൾ, അവരാരും ഇപ്പോൾ സിദ്ധന്മാരോ ഇതൊന്നും നമ്മുടെ നോർമൽ സെൻസ് ആയിരിക്കില്ല. പക്ഷെ അവരിൽ നിന്ന് പഠിച്ചിട്ടുള്ള പോലെ ഞാൻ വേറെ ആരുടേതും പഠിച്ചിട്ടില്ല. അതേപോലെ അവനവനെ ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുഴപ്പങ്ങൾ റെക്ടിഫൈ ചെയ്യേണ്ടത് റെക്ടിഫൈ ചെയ്തിട്ടില്ല. ചില കുഴപ്പങ്ങളെ അങ്ങനെ വിട്ടിരിക്കുക, അതവിടെ വേണം. അല്ലെങ്കിൽ പിന്നെ എനിക്ക് മനുഷ്യജീവിതം ഇല്ല. ഏത് മനുഷ്യരുടെ കാര്യമാണ്, ഞാൻ എൻ്റെ കാര്യമായിട്ടൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് എല്ലാവരുടെയും കാര്യമാണ്. അത്യാവശ്യം മനസ്സിലായി. അല്ലേ? കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്, ഒരുത്തൻ 99% ദൈവമാണെങ്കിലും 99.9% ദൈവമാണെങ്കിലും 0.1% പിശാചുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഒരു ഭാരതീയ ചിന്തയിൽ ചേരണ വാക്കല്ല, എന്നാലും മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ആ ഒരു 0.1% പിശാച് മതി ആ 99.9% പാലിനെ കറക്റ്റാക്കാൻ. ആണോ? അല്ലേ? ഇനി ഇതിൻ്റെ കൊറോളറി പറയാം. 99.9% പിശാചായിട്ടുള്ള ഒരുത്തനെ നശിപ്പിക്കാൻ അവനിൽ 0.1% ദൈവം മതി. അവനെ നാശമാണ്. അത് കില്ല് ചെയ്യാൻ പറ്റും. അവൻ പിശാചായിട്ട് ഇരിക്കണതിൻ്റെ നാശമാണല്ലോ അവിടെ സംഭവിക്കുന്നത്. അപ്പം അത് അവൻ അപകടകരാ. ഇത് കാണാൻ പഠിപ്പിക്കലാണ് സനാതനധർമ്മം പഠിപ്പിച്ചത്. അല്ലാണ്ട് ബ്ലാക്ക് മോശവും വൈറ്റ് ശരി എന്നുള്ളതല്ല. ഏതിനും സമഞ്ജസമായിട്ടുള്ള പ്രപ്പോർഷൻസ് ഉണ്ടാവണം, സമനിലകൾ ഉണ്ടാവണം. അതിനെയാണ് ധർമ്മം എന്ന് വിളിച്ചത്. മനസ്സിലായില്ലേ? മറ്റേത് പാർട്ടിസൺഷിപ്പാണ്, ഒരു സൈഡ് പിടിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡ് പിടിക്കൽ ഇതൊക്കെ തിയറിയിൽ കൊള്ളാം, ആരത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം? അത് നമ്മൾ തന്നെ അപ്ലൈ ചെയ്യണം. വേറെ ആരും വന്ന് നമുക്കിത് പറഞ്ഞു തരില്ല. ഒരു ഗുരുനാഥനോ ഒരു പ്രഭാഷകനോ ഒന്നും വന്ന് പറഞ്ഞു തരില്ല. അവനവൻ അപ്ലൈ ചെയ്യണം. അവനവൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം ഈ കഥകളൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവങ്ങളുടെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ പറഞ്ഞു. നിലതെറ്റിപ്പോയിട്ടുള്ള എത്രയോ സന്ദർഭങ്ങളുണ്ട്. 2015 ഞാൻ ഫൈനലി ആ 23-24 വർഷത്തെ എക്സ്പ്ലോയിറ്റേറ്റീവായിട്ടുള്ള അതിൽ നിന്ന് ഞാൻ വിട്ടു പുറത്ത് വരുന്നത്. അന്നാണ് ഞാൻ മഹാദേവനോട് പറഞ്ഞത്, എൻ്റെ കാലിൻ്റെ ഇടയിൽ മണ്ണൊലിച്ചു പോയിരിക്കണം. നീ യഥാർത്ഥത്തിലുള്ള ഗുരുനാഥ്, യു ആർ എ ഫെയിൽഡ് ഗുരു. നീ ഗുരുക്കന്മാരുടെ ഗുരുവാണ്. സ്വസ്തിശ്വാദിശ്വരി ഗുരുഭ്യോ നമഃ നമ്മൾ പറയാം. നീ ഗുരുക്കന്മാരുടെ ഗുരുവാണ്, നീ ഫെയിൽഡാണ്. കാരണം ഞാൻ ഒരുത്തൻ വീണാൽ പോലും നീ ഫെയിൽഡാണ്. കാരണം നീ ഗുരുവായിട്ടിരിക്കുക, ഒരുത്തനും ഫെയിലാവാൻ പാടില്ല പ്രപഞ്ചത്തിൽ. മഹാദേവൻ ഗുരുവായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ ഒരുത്തൻ, ഒരു ശിഷ്യനോ അല്ലെങ്കിൽ ഒരു പരമ്പരയിലുള്ള ഒരുത്തൻ എങ്ങനെ വഴിതെറ്റും? അവൻ വഴിതെറ്റാൻ പാടില്ലല്ലോ. ബിക്കോസ് ഹീ ഈസ് ദ ഗുരു. ദാറ്റ് ഈസ് ഹിസ് ഡയമെൻഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. അത്ര റെസ്പോൺസിബിലിറ്റിയാണ് ഭഗവാന്. അവനെന്നാണ് മുഴുവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഹി ഓൺസ് ഇറ്റ്. ഹി ഹാസ് ടു ഓൺ ദ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞത്, എന്ന് എനിക്കത് ബോധ്യമാവണോ അന്ന് ഞാൻ നിന്നെ വന്ന് തൊഴുന്നു പറഞ്ഞു. അതിന് ശേഷം എത്ര കാലം ശിവക്ഷേത്രത്തിൽ തൊഴിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ ഭഗവാനോട് ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്ക് പിണക്കുന്നുള്ളിൽ എനിക്കിത് ഹോൾ കൺസെപ്റ്റ്, ശിവൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എനിക്ക് ബ്രേക്കായി പെട്ടെന്ന്. ഞാൻ കാണുന്നതാ ലോകം, അങ്ങ് കാണുന്ന ലോകമല്ല എൻ്റെ ലോകം. നമ്മൾ ഓരോരുത്തരും അവനവൻ കാണുന്ന തന്നെയാണ് ലോകം. എൻ്റെ കണ്ണിന് ലെൻസിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കാണുന്നതൊക്കെ അങ്ങനെ ഇരിക്കും. എനിക്ക് കളർ വിഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കാണുന്നത് നിങ്ങൾ പച്ച എന്ന് പറയുമ്പോഴേ അത് നീലയെന്ന് ഞാൻ പറയും. ഞാൻ അടിയുണ്ടാക്കും. കാരണം എനിക്കതാണ് സത്യം. അപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഭഗവാൻ എന്നെ എന്താ പഠിപ്പിച്ചു? ഗുരുവായൂരപ്പൻ മഹാദേവനാണെങ്കിലും ഞാനാണെങ്കിലും ബ്രഹ്മദേവനാണെങ്കിലും, ഇനി നീ ബ്രഹ്മം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ചേർന്ന അവസ്ഥയാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഈശ്വരനാണ്. നീ അനുഭവിക്കുന്ന നീ പൂർവ്വത്തിൽ ചെയ്തതിൻ്റെ ഫലം മാത്രമാണ്. നിനക്ക് ഇങ്ങനൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിൻ്റെ പൂർവ്വത്തിൽ എന്തോ കുഴപ്പമാണ്. നിനക്ക് മുമ്പുള്ളതിൽ എന്തോ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് നിനക്ക് ഈ ജന്മത്തിൽ ഒരാൾ നിന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അതാ സംഭവിച്ചത്. അദ്ദേഹം എനിക്ക് സ്വഭാവത്തിലുള്ള ദൂഷ്യം വരെ ആരോപിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ നോക്കി സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ. ഞാൻ എൻ്റെ അച്ഛനെ പോലെയോ എൻ്റെ ചേട്ടനെ പോലെയോ മഹാദേവനെ പോലെയോ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് രസം എന്താ വെച്ചാൽ അത് പ്രൂവ് ചെയ്യാൻ ഗുരുവായൂരപ്പൻ ഒരു പണി കൂടെ ചെയ്തു. അതാണ് അതിൽ ഏറ്റവും രസം. ഗുരുവായൂർ ഞാൻ ഷൂട്ട് ചെയ്യണ കാലത്ത് ഒരു ദിവസം ഞാൻ രാമകൃഷ്ണയുടെ കൗണ്ടറിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരും മുഴുവൻ ശബരിമലയ്ക്ക് പോണ വഴിക്ക് അവിടെ വന്നിട്ട് ഹോട്ടലുകൾ അടച്ചു. ഊണ് കഴിക്കാൻ വഴിയില്ല. എല്ലാവരുടെയും ഊണിൻ്റെ സമയം കഴിയും. അവിടെ നിന്ന് തിരിയുക. ഞാൻ കണ്ടു, ഇറങ്ങി ചെന്നു, മൂപ്പരെ കെട്ടിപ്പിടിച്ചു. ഗുരുവായൂരപ്പൻ സാക്ഷിയാണ്. നേരെ നടന്നിറക്കാം. ഊണ് കഴിക്കാൻ AC ഹാളിൽ കൊണ്ടുവരുത്തി. കുട്ടികൾ നമ്മൾ അത്രയും അടുപ്പായതുകൊണ്ട് അവർ മുകളിൽ തുറന്നു തന്ന് രാമകൃഷ്ണൻ ലഞ്ച് കഴിഞ്ഞതാ. മുകളിൽ ഉള്ള ഭക്ഷണം കൊണ്ടുവന്ന് ആ മൊത്തം 10, 20, 30 പേർക്കും ഭക്ഷണം കൊടുത്ത്
അതായത് ഗുരുവായൂരപ്പൻ കാണിച്ചു തരികയാണ് അത് എങ്ങനെ പെരുമാറണം. എൻ്റെ അടിത്തറ ഇളക്കി വിട്ട ആളാ. അവസാനം പോകുമ്പോൾ മൂപ്പര് അർത്ഥകർമ്മമായിട്ട് ഓർമ്മകളൊക്കെ ഉണ്ടാവണം ശരത്തേ എന്ന് പറഞ്ഞു. ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മറക്കാൻ പറ്റുമോ ചേട്ടാ ചോദിച്ചു. ആരുടെ മുന്നിൽ ചോദിക്കണം? ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്നാണ് ചോദിക്കുന്നത്. രസം എന്താ വെച്ചാൽ അന്ന് സാധാരണ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് വന്ന് റൂമിൽ വന്ന് വിശ്രമിക്കണേ. അന്ന് വന്ന് കിടന്നപ്പോൾ എനിക്ക് തോന്നി വേണ്ട ലൈബ്രറി പോവാം തോന്നിപ്പിക്കുക. അങ്ങനെ ലൈബ്രറിക്ക് വന്നാണ്. വരണ വഴിക്ക് രാമകൃഷ്ണൻ അവിടെ കുട്ടികളെ കണ്ടപ്പോൾ സ്റ്റക്കായി ഞാൻ. അതുകൊണ്ട് ഇവരെ കണ്ടു. അത് ഗുരുവായൂരപ്പൻ എനിക്ക് തന്ന ഒരു റിവാർഡാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിലെ വിഷമവും തുടച്ചു തരും, നമുക്ക് പറ്റിയിട്ടുള്ള അപകടവും മനസ്സിലാക്കി തരും. കാരണം ആ വിഷമം വരാൻ കാരണമായിട്ടുള്ള ഒരു അപകടത്തിൻ്റെ റൂട്ടുണ്ടാവും. അതല്ല നമ്മൾ മെഡിറ്റേഷൻ അവയർനെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശത്രുതയ്ക്ക് അവകാശമില്ല. നമ്മൾ കാണുന്നില്ല എന്നുള്ളത്. അന്നം കൊടുക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും അന്നം കൊടുത്ത് എല്ലാവരും പ്രായമായ ആൾക്കാരാണ്. അവർ ഇദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് എന്നെയാണെങ്കിൽ വന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്, ചിലർക്ക് വന്ന് കൈപിടിച്ച് വർത്താനം പറയണമെന്നുണ്ട്. അമ്മമാരനെ എന്നെ എത്രയോ ചെറുപ്പം തൊട്ട് കാണുന്നവരാ. അവർ പക്ഷേ ഇദ്ദേഹത്തിനെ പേടിച്ചിട്ട് നിൽക്കുക. പക്ഷേ ഞാൻ ഇത് ചെയ്തപ്പോൾ അവർ റിലാക്സായി. അത്രയേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ. നമ്മൾ ശത്രുവാണെങ്കിൽ പോയി കെട്ടിപ്പിടിച്ചേക്കണം. ഇത് എൻ്റെ ആധ്യാത്മിക അടിത്തറ ഇളക്കി വിട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ എന്തിലും ഒരു ലെസൺ ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ ചില പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, നമ്മൾ 1000 കല്ലെടുത്തിട്ട് ഒറ്റ മാങ്ങയ്ക്കെറിയും, ഒന്നുപോലും കൊള്ളില്ല. അങ്ങോട്ടൊരു കല്ല് അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴേക്കും അവിടെ 1000 മാങ്ങ വീഴും. അത് ഭഗവാനായതുകൊണ്ടല്ല, അത് നമ്മളവിടെ മനുഷ്യനായിട്ടിരുന്ന കൃഷ്ണനെ കാണണ്ടു, എന്നാലേ നമുക്ക് അദ്ദേഹം ഇൻസ്പിറേഷനാവുള്ളൂ. അതെ, മറ്റേതല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം, അദ്ദേഹം ഭഗവാനല്ലേ, അവർക്കതൊക്കെ പറ്റും. ഈ മഹാപുരുഷന്മാരെയൊക്കെ നമ്മൾ അവർ ദേവതകളല്ലേ മഹാത്മാക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് വാസ്തവത്തിൽ അപമാനിക്കുകയോ, അവരുടെ മെറിറ്റും അവരുടെ കഷ്ടപ്പാടും അവർ ആ നേടിയെടുത്ത ആ സ്റ്റേച്ചറിൻ്റെ വാല്യൂ നമ്മൾ ഡിമിനിഷ് ചെയ്ത് കളിയായി പലപ്പോഴും. അപ്പോൾ ഇങ്ങനൊരു എന്തോ വേറിട്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ രീതി ഇങ്ങനെയാണ്, ഞാനിങ്ങനെ ആയിരുന്നിരിക്കണം, എല്ലാ പൂർവ്വത്തിലും ഒക്കെ ഇങ്ങനെ ആയിരുന്നിരിക്കണം. അതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നു. ഇപ്പോഴും ഞാൻ പലപ്പോഴും എന്താ പറയുക, നമ്മളിപ്പോൾ ഈ പ്രഭാഷണങ്ങൾ ആണെങ്കിലും, ഇപ്പോൾ ലൈവ് പ്രഭാഷണമാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലുള്ളതാണെങ്കിലും, എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ തലേന്ന് പോയി. ഞാൻ പിന്നെ അത് കേൾക്കാറ് പോലുമില്ല, അതിൻ്റെ കമൻറ്റ് വായിക്കാറില്ല. ചിലർ വന്നിട്ട് അതിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ സാറേ, ഞാൻ സുഖമോ അങ്ങനെ പറഞ്ഞിട്ടേക്കാം. അപ്പോൾ ഇവരായിരിക്കും ഇയാളെന്താ ഇങ്ങനെ പറഞ്ഞത്, ഇയാൾക്ക് തലയ്ക്ക് കുഴവില്ലേ. പക്ഷേ അതാണ് സത്യം, അതാണ് എന്നെ റോൾ എടുക്കാറുള്ളൂ. അതങ്ങനെ പോകും. പിന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ ആവർത്തിക്കാറില്ല. ഇല്ല, കാരണം എന്നെ കൊണ്ട് ആവർത്തിക്കാൻ അറിയില്ല. അതവിടെ പറഞ്ഞു കഴിഞ്ഞു. അതവിടെ കഴിഞ്ഞു. ആ ദേവനോ ഇപ്പോൾ ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ പറഞ്ഞത് അവിടെ അവസാനിച്ചു. കഴിയുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ഭാഗവതത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നാലും പേഴ്സ്പെക്റ്റീവ് മാറാറുണ്ട്. ഇപ്പം ജ്ഞാനപ്പാന നമ്മളിവിടെ TDM ഹാളിലുണ്ടായത്, പണ്ട് ഞാൻ ഭക്തിയുടെ മാർഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3 ഭാഗം പ്രാക്ടിക്കലായിട്ട് ഇതെൻ്റെ അടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കരയോഗം പ്രസിഡന്റ് വേണോട്ടം പറഞ്ഞു, ശരത്തെ ഇത് നമ്മുടെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടും. അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൽ കൂടെ ഗുരുവായൂരപ്പൻ എന്നോട് സംസാരിച്ച്. ഗുരുവായൂരപ്പൻ എൻ്റെ അടുത്ത് അദ്ദേഹത്തിൽ കൂടെ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകി, അത് എങ്ങനെ വേണം. വാസ്തവത്തിൽ ജ്ഞാനപ്പാന അവിടെ വെച്ചതും ഭഗവാൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്തായിട്ടുള്ള അവർ അവിടെ ചെന്നതാണ് കരയോഗ ഓഫീസിൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വെച്ച ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എങ്ങനെയോ തട്ടി അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വീഴും, അങ്ങനെ എന്തോ ഉണ്ടായി. ഞാൻ ഫോണിലുണ്ട്, ഞാനുമായിട്ട് സംസാരിക്കുന്നവർ, എന്നിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് ആ ഹാളിൻ്റെ റിക്വയർമെൻറ്റ് എത്ര പേര് ഇരിക്കേണ്ട ഹാളായി. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രഭാഷണം വെച്ചൂടെ, ഇത് ജ്ഞാനപ്പാന ആയിക്കോട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണത്. അത് ഒരു ദിവസമല്ല, 5 ദിവസത്തെ പ്രഭാഷണമാക്കി. അങ്ങനെയാണ് ജ്ഞാനപ്പാന. അപ്പോൾ ശരിക്കും അത് ഭഗവാൻ ഫിക്സ് ചെയ്ത ഇതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിൽ കറുത്തുറുത്തൊന്നും പ്രഭാഷണ പരമ്പരകൾ പിന്നെ കുറേ സ്ഥലങ്ങൾ. അതായത് ഞാൻ അത് കഴിഞ്ഞ് സംസാരിക്കുന്ന നരസിംഹദത്തോട് ആദ്യം 14 ഉണ്ടായത്, 14 18 18 സെപ്റ്റംബറിൽ, 18 നവംബറിൽ ഇത് വന്നു, നമ്മുടെ എന്താ പറയുക, മാനവേദന അനുസ്മരണം വന്നു. പിന്നെ ഞാൻ ഗുരുവായൂർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ ഈ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇല്ല. എന്നെ 19 ഇതേപോലെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ശിശിർ സാറെ അടുത്ത് ഞാൻ സംസാരിച്ച് ഉച്ചയ്ക്ക്. അദ്ദേഹത്തിൻ്റെ അന്ന് പൂതേരി ബംഗ്ലാവ് ഉള്ള സമയം, അവിടെയാണ് അഡ്മിനിസ്ട്രേറ്റർ വീട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ
അമ്പലം അടച്ചു. സാറടുത്ത് വന്ന കുറച്ച് നേരം ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സാറും നല്ല കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ വാതിൽക്കൽ സംസാരിക്കുമ്പോൾ ക്യാമറയൊക്കെ ഉണ്ട് കയ്യിൽ, വടി ഇതൊക്കെ ഉണ്ട്, നമ്മുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്യാമറമാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുക എന്തോ പറഞ്ഞു വന്നപ്പോൾ പണ്ട് സാമൂതിരിപ്പാട് മൂസതുമാരെ വധിച്ച കഥ, കളിക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെട്ടിക്കൊന്ന കഥ പറയേണ്ടി വന്നു. എന്തോ പറഞ്ഞു വന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊല്ലുകയല്ല ചെയ്ത് അവരെ പടിയടച്ച് പിണ്ടം വയ്ക്കുക. അങ്ങനെയാണ് ഗുരുവായൂരിൻ്റെ നാലമ്പലത്തിന് പടിഞ്ഞാറ് വശത്ത് വാതിലില്ലാണ്ടായത്. ഇപ്പോൾ അനന്തശയനം ഇരിക്കാൻ അവിടുത്തെ വാതിലില്ലാണ്ടാവാനുള്ള കാരണം അതാണ്. അവിടെ അതൊരു വാസ്തു ദോഷമാണ് ശരിക്കും. അന്ന് പടിയടച്ച് പിണ്ടം വെച്ചു, പിന്നെ പടി അടച്ചു, പിന്നെ സിമെൻ്റ് ഇട്ടോ വാട്ടവർ കല്ല് വെച്ച് അടച്ചു. അവിടെ ഒരു ഇടനാഴിയായിരുന്നു തീപിടുത്തത്തിന് മുമ്പ് വരെ. അവിടെ ഒരു ചോരചിത്രം ഉണ്ടായിരുന്നു. പിന്നെ തീപിടുത്തത്തിന് ശേഷം പുതുക്കി പണിതപ്പോൾ അവിടെ ഈ കർപ്പയാസ്തപതി കന്യാകുമാരി വിവേകാനന്ദപാറയൊക്കെ പണിത് അദ്ദേഹം പണിതാണ് ഇപ്പം ഇരിക്കുന്ന 1974 ഇത് വന്നിട്ടുള്ളത് ഈ ഇപ്പോഴത്തെ വിഗ്രഹം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വലിയ പാപമല്ലേ ചോദിച്ചു സാറ് ഇങ്ങനെ ചെയ്തത്, ഈ മൂസതുമാരെ മാനവിക്രമം വെട്ടിയത്. ഞാൻ ഒരു പാപമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക് അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യാനുള്ള വിദ്യകൾ പറഞ്ഞു കൊടുക്കാനും അറിവുള്ളവരുണ്ടായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടില്ല, പക്ഷെ അതിൻ്റെ കർമ്മത്തിനെ ലഘൂകരിക്കാനുള്ള വിദ്യകൾ. അനുഭവിക്കാണ്ടൊന്നും പോവില്ല, ചെയ്ത തെറ്റ് അനുഭവിച്ചു തന്നെ തീരണം. അമ്പലത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ട് വെട്ടുമായിരുന്നു അദ്ദേഹം. ഒന്നുമല്ല, അദ്ദേഹത്തിനെതിരെ ചാരപ്പണി നടത്തിയവർ വെള്ളമൊക്കോനാതിരിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ മാനവിക്രമം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫെറോഷ്യസ് സാമൂതിരിയായിരുന്നു. അദ്ദേഹമാണല്ലോ ഈ തന്ത്രസംശയം എഴുതിച്ച് ചെന്നാസിനെ കൊണ്ട്. അങ്ങനെ കോക്കുന്നത് ശിവാങ്ങൾ പ്രസിദ്ധനായിട്ടുള്ള സിദ്ധൻ തളിപ്പറമ്പ് നിന്ന് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ബ്രാഹ്മണൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അറിവാണ്, അതിനെ പുരസ്കരിക്കാൻ പറഞ്ഞു, അതിനെ ഓണർ ചെയ്യുക, അതാണ് നിനക്കുള്ള പ്രായശ്ചിത്തം പറഞ്ഞു. അങ്ങനെ തുടങ്ങിയതാണ് രേവതി പട്ടത്താനം. രേവതി പട്ടത്താനത്തിൻ്റെ പുറകിൽ ഈ കൂട്ടക്കൊലപാതകമാണ്. ഇത് ഞാൻ പറഞ്ഞു സാറോട്. അപ്പോൾ സാറാ ശരി നിങ്ങൾ പോയി കിടന്നോ, ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കും, നിങ്ങൾ നടന്നോ പറഞ്ഞു. സാറും ഉള്ളിൽ പോയി, ഞാനും ഇറങ്ങി, ഇവനും കൂടെ നടന്നുണ്ട്. എനിക്കൊരു കോള് വരണം. രേവതി പട്ടത്താന സമിതിയുടെ ചെയർമാൻ ബാലകൃഷ്ണ റാഡി ആ സമയത്ത് കോഴിക്കോട് നിന്ന്. ഞാൻ ഞെട്ടിപ്പോയി, കാരണം ബാലേട്ടനെ എനിക്ക് അക്കാലത്ത് വലിയ പരിചയമൊന്നുമില്ല. എന്നെ വിളിക്കുകയാണ്, ഇത്തവണത്തെ രേവതി പട്ടത്താനം പ്രഭാഷണം അങ്ങാണ്. ഞാനാണെങ്കിൽ അന്ന് അറിയപ്പെടുന്ന പോലുമില്ല. ഗുരുവായൂരപ്പൻ എന്നെ കൊണ്ടുവരണം, ഈ നരസിംഹത്വം ഗുരുവായൂർ പറയിപ്പിച്ചു. നേരെ സാമൂതിരിക്കോലത്ത് കൊണ്ടുപോയിട്ട് ആ വർഷം തന്നെ വിത്തിൻ 1 മന്ത് മാനവേദന അനുസ്മരണം ചെയ്യിച്ചു. കറക്റ്റ് 1 വർഷം കഴിയുന്ന നവംബറിൽ രേവതി പട്ടത്താന സ്മാരക പ്രഭാഷണത്തിന് വിളിക്കുകയാണ് എന്നെ, പ്രധാന പ്രഭാഷണത്തിന്. ഞാൻ പെട്ടെന്ന് എന്താ അപ്പോൾ മൂപ്പര് പറയും, അവിടെ ഇപ്പോൾ ശരത്ത് അവിടെ ഇതൊക്കെ ചെയ്യണമല്ലേ, ഗുരുവായൂരും സാമൂതിരിപ്പാടും ആയിക്കോട്ടെ വിഷയം. ഗംഭീര വിഷയം. അങ്ങനെ ആ വർഷം പോയി. ഗുരുവായൂർ സാമൂതിരി അത് ഇപ്പോഴും 2 ഭാഗമായിട്ട് കിടക്കുന്നു. അതിലെ ലാസ്റ്റത്തെ ഭാഗം റെക്കോർഡിങ്ങിലൊരു പ്രശ്നം വന്നുകൊണ്ടാണ് സെപ്പറേറ്റായി പോയത്. അതെന്താ സെപ്പറേറ്റ് ആയതെന്നൊരു രസമാണ്. കാരണം അതുവരെയുള്ളതൊക്കെ ജനറലി എല്ലാവർക്കും കേൾക്കാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അവസാനത്തിൽ ഞാൻ പള്ളിവേട്ട കഴിഞ്ഞിട്ട് രാത്രി ഭഗവാനെ ഉറക്കും. പിറ്റേന്ന് രാവിലെ ഭഗവാനെ പള്ളി ഉണർത്തും, പശുക്കുട്ടിയെ കൊണ്ടുവന്ന് കരയിപ്പിച്ചിട്ട്. അപ്പോൾ ഈ വയറവള്ളി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, വള്ളിയാണ്, ക്ലൈംബറാണ്. അതിനെ കൊണ്ടുവന്ന് ഭഗവാനെ ഒഴിയും. അത് കാളിയുടെ ഉപാസനയിലുള്ള ഒരു ശരീര കവചവിദ്യയാണ് ശരിക്കും. അത് താന്ത്രികത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഏത് ദേവനും. പള്ളിവേട്ട കഴിഞ്ഞ് നമ്മൾ ശയ്യാവട്ടമിട്ട് അതിൽ ദേവനെ കിടത്തി ഒരാൾ കാവലും കിടക്കും, 10 പേരിൽ ഒരാളെ കാവൽ കിടക്കുക. അത് കഴിഞ്ഞ് അതിരാവിലെ ഒരു കൊച്ചു പശുക്കുട്ടിയെ കൊണ്ടുവന്ന് അത് കരയുമ്പോഴാണ് ഭഗവാൻ എണീക്കാവുന്ന സങ്കല്പം. അപ്പോൾ സ്വർണ്ണത്തടം തന്നെയാണ് അവിടെ. അതിന് എന്താ പറയുക, അതെ സ്വർണ്ണത്തടമ്പല്ല, ആറാട്ട് വിഗ്രഹമല്ലേ വയ്ക്കുക, ആറാട്ട് വിഗ്രഹമാണ് വയ്ക്കുക അതിന്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഭഗവാനെ അവിടെ നമ്മുടെ തടപ്പള്ളിയുടെ തറയെ കൊണ്ടുവന്നിട്ട് വയ്ക്കുക. അപ്പോൾ എനിക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തേക്ക് ആരെയും അകത്തേക്ക് വിടില്ല. അന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മോഹൻദാസ് സാറും അമ്പലം മാനേജർ അന്നൊരു പ്രകാശൻ ചേട്ടനുണ്ടായിരുന്നു. അവർ 2 പേരുടെ കൂടെ എന്നെ ഉള്ളിക്ക് കടത്തിവിട്ടു. ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്ത് നിൽക്കരുത്. എനിക്കന്ന് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി സത്യം പറയാം. ഞാൻ ഭഗവാനെ സ്വർണ്ണപ്പീഠത്തിൽ വെച്ച് രാവിലെ ഭഗവാന് കടലാടിച്ച കൊണ്ട് പല്ല് ഏൽപ്പിച്ച് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വയറവള്ളി കൊണ്ട് ഒഴിയും. അപ്പോൾ എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു. എന്നിട്ട് ആ വള്ളി എടുത്തിട്ട് ഈ പശുക്കുട്ടിക്ക് തിന്നാൻ കൊടുക്കും. അതാണ് അതിനുള്ള ആ വന്ന് ഉറക്കൊഴിച്ചതിനും അത് വന്ന് കരഞ്ഞ് എണീപ്പിച്ചതിനുള്ള അതിനുള്ള സമ്മാനം. കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കണ മാതിരി ഭഗവാനെ ഒഴിഞ്ഞ വയറവള്ളി അതിന് തിന്നാൻ കൊടുക്കും. ഈ വയറവള്ളി കൊണ്ടുള്ള ഒഴിച്ചിൽ സാമൂതിരിക്കാണ് പിന്നെ ഉണ്ടായിരുന്നു മനുഷ്യരിൽ. കവചം മാതിരി മാമാങ്കത്തിൽ പുറപ്പെടുമ്പോൾ
ഒരു എന്തൊക്കെ പറഞ്ഞൊരു പേടി ഉണ്ടാവുമല്ലോ, വെട്ടുകൊണ്ട് മരിക്കുമെന്ന്. അതിന് ശരീരത്തിന് കവചം വയ്ക്കാൻ വയറപ്പണിക്കന്മാരെന്ന് പറഞ്ഞാൽ നായന്മാർ വരും. തിരശ്ശീല വെച്ച് എല്ലാ വശവും വരച്ച് കെട്ടി കോണവും മാത്രം ഉടുപ്പിച്ചിട്ട് കുഴമ്പ് വെച്ചിട്ട് ഉള്ളിൽ കിടത്തി പിന്നെ വയറവള്ളി കൊണ്ട് ഒഴിയുമ്പോൾ സാമൂരിപ്പാട് വേദന കൊണ്ട് നിലവിളിക്കുന്നതാണ് ദേഹത്ത് തട്ടുമ്പോൾ, വയറവള്ളി കൊണ്ട് ഒഴിയുമ്പോൾ. അത് കാളിക്കുള്ളൊരു കാളിയുടെ ആരാധനാക്രമത്തിലുള്ളതാണ് ശരിക്കും ഈ വയറവള്ളി, നാടൻ കവളത്തിൽ ഒരു കവചം. അതെന്തിനാ ഗുരുവായൂരപ്പന്? അത് ഗുരുവായൂരപ്പനും വയറുവള്ളി കൊണ്ട് ഒഴിയണ്ടേ വർഷത്തിലൊരിക്കൽ? സാമൂരിപ്പാടിന് മാമാങ്കത്തിന് മുമ്പ് ചെയ്തിരുന്നത് എങ്ങനെയാണ് ഗുരുവായൂരപ്പന് വന്നത് എന്നൊരു ചിന്ത എനിക്ക് വന്നു. അപ്പം ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കണം. അത് ഭാഗമാത്രം ഭഗവാൻ വേറെയാക്കി റെക്കോർഡിങ്ങിൽ. ഇന്നും അത് കേട്ടിട്ടുള്ളവർ ചുരുക്കമായിരിക്കും. എല്ലാവരും ആദ്യത്തെ പാർട്ട് കേട്ടിട്ട് പോകും. ലാസ്റ്റ് പാട്ട് കേട്ടിട്ടുണ്ടാവില്ല. അത് കേൾക്കാൻ എന്തോ ചോസം ആൾക്കാർക്കേ സാധിക്കുള്ളൂ എന്നുള്ള മാതിരിയാണ് ആ ഭാഗം നിൽക്കുന്നത്. അതിലാണ് ഞാൻ അവസാനിപ്പിക്കുന്ന പ്രഭാഷണം. ആ പ്രഭാഷണം എനിക്ക് വളരെ തൃപ്തി തന്നു. ഇന്നിപ്പോൾ ഈ ചെറളയം കോവിലകം തുടങ്ങിയിട്ടുള്ള എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് ആ സ്റ്റേജിൻ്റെ അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ മുത്തച്ഛനൊന്ന് സംസാരിക്കണം, അദ്ദേഹത്തിന് വയ്യ, അടുത്തേക്ക് വരാൻ പറ്റില്ല, വീൽ ചെയറിൽ കൊണ്ടുവന്നിരിക്കണം, ഒന്ന് വരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ വരാലോട്ട്. ഞാൻ ഈ ആൾക്കാരുടെ കൂടെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചെറളയത്തൊരു തമ്പുരാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് ഞങ്ങളെക്കുറിച്ചൊന്നും ആരും പറയാറില്ല അവർക്ക് കാര്യമില്ല. ആ ചെറളയംകാർ ചെയ്തിരുന്ന ഉദയാസ്തമന പൂജയാണ് ഇന്നിപ്പോൾ ഈ വിവാദത്തിൽ വന്നിരിക്കുന്നത്. ഒരു 700-ൽ പരം വർഷങ്ങൾ കൊണ്ടു നടന്ന പൂജയാണ്. അപ്പോൾ അതുകൊട്ടെ, അത് വേറൊരു വിഷയമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ആ വർഷം നമ്മുടെ ഇത് കഴിഞ്ഞു. 19-ലത്തെ കഴിഞ്ഞു. 20-ൽ ഉത്സവം വന്നു. 20-ലൊന്നും ഞാൻ പ്രഭാഷണം ചെയ്യുന്നില്ല. 20-ലാണ് കോവിഡ് വരുന്നതും ലോക്ക്ഡൗൺ അവിടെ നിന്നൊക്കെ. ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞു, തുറന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്ന ഒരു ഏകാദശി കടന്നുപോയി, ഒരു വൈകുണ്ഠ ഏകാദശിയും കടന്നുപോയി. ഭഗവാന്റെ നിന്ന് ചില അപൂർവ സമ്മാനങ്ങളൊക്കെ കിട്ടിയ ഒരു കാലമായിരുന്നു എനിക്ക് ആ ലോക്ക്ഡൗൺ കാലം. ലോക്ക്ഡൗൺ കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം എന്താ വെച്ചാൽ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചു എനിക്ക് ആ സമയത്ത്. കാരണം അമ്പലത്തിൽ പട്ടിനൊക്കെ ക്ഷാമം, എന്തിനും ക്ഷാമം, ഒന്നും കൊണ്ട കൊടുക്കാൻ ആളില്ല. അപ്പോൾ ശീശ്വർ സാറിൻ്റെ സഹായത്തോടെ അന്ന് അഡ്മിനിസ്ട്രേറ്ററുടെ കാറ് പാലക്കാട് വരും, എന്നിട്ട് പട്ടൊക്കെ മേടിച്ച് കയറ്റിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ആ കാലത്ത് സാധിച്ചിരുന്നു. അത് കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, ഭഗവാന്റെ ഒരു സ്നേഹം. അതായത് ഞാൻ എല്ലാ ഓണത്തിനും ഭഗവാന് മുണ്ട് വയ്ക്കണം എന്ന് വിചാരിക്കും. അമ്പലത്തിൽ എത്ര പേര് ഓർമ്മയുണ്ടാവും? കൊണ്ടുപോയിട്ടും ഉണ്ടാവും. മുറി നിറങ്ങുമ്പോൾ മറക്കും. അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി ഏറ്റവും ഉള്ളിൽ നാലമ്പലത്തിൽ അയ്യോ മുണ്ടെടുത്തില്ല എന്ന് ഓർമ്മയില്ല. ഞാൻ ഈവൻ ഊരാളൻ മല്ലിശ്ശേരി തിരുമേനി അദ്ദേഹം മുണ്ട് വയ്ക്കണതിൻ്റെ തൊട്ട് 2 ആൾ പുറകിൽ പോയിട്ട് ഞാൻ ഓണത്തിന് ഞാൻ തൊഴുതുണ്ട്. അവിടെ എത്തുമ്പോഴാണ് അയ്യോ ഞാൻ മുണ്ട് കൊണ്ടുവന്നില്ലല്ലോ പറഞ്ഞിട്ട് എനിക്ക് വിഷമം വരും. ഭഗവാൻ എന്ത് ചെയ്താൽ മുണ്ട് മേടിക്കില്ല. എന്നാൽ തിരിച്ചോ എനിക്ക് മുണ്ടുകൾ തന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട പല ഓദികന്മാരുണ്ട്, ശരത്തിനൊരു മുണ്ടിരിക്കട്ടെ പറയും. ആരെങ്കിലുമൊക്കെ കിഴിശാന്തിമാർ ആരെങ്കിലും മുണ്ട് തരും. അവരാരെങ്കിലും തരുന്ന മുണ്ടായിരിക്കും ഞാൻ എൻ്റെ പിറന്നാളിന് കൊടുക്കുക. പിറന്നാളിന് അങ്ങനെ കൊടുക്കുള്ളൂ. എനിക്കൊരു രീതിയുണ്ട്. ഒന്നുമല്ല, ഞാൻ അല്ലെങ്കിൽ മഞ്ഞമുണ്ട 2ാം മുണ്ടായിട്ട് കൊടുക്കുക. മഞ്ഞമുണ്ട് പിറന്നാളിന് മാത്രമേ കസ കൊടുക്കുള്ളൂ. മെയിൻ മുണ്ട് കസ കൊടുക്കും, പക്ഷേ 2ാം മുണ്ടുണ്ടല്ലോ അത് പിറന്നാളിന് മാത്രമേ കസ കൊടുക്കുള്ളൂ. കുറേ കാലമായിട്ട് അങ്ങനെയാണ്. പിന്നെ കുറേ വർഷങ്ങളായിട്ട് മേശാന്തര മുറി പോവും. അവിടെ ഭഗവാന്റെ എന്താണോ ഉരുളിയിൽ നയിച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ പിറന്നാൾ ഭക്ഷണം. അങ്ങനെയാണ്. അപ്പം ആ വർഷം കോവിഡിൻ്റെ സമയത്ത് ഗുരുവായൂരപ്പൻ എനിക്ക് കൊടുക്കാൻ പറ്റാണ്ടതിനൊക്കെ മുതലും പലിശയും ചേർത്ത് മൂപ്പര് മുണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മുണ്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ മൂപ്പര് എൻ്റെ നിന്ന് മുണ്ട് വാങ്ങിയില്ല. അദ്ദേഹത്തിന് മുണ്ടേ ഇല്ലാണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ഉടുക്കാനുള്ള പാട്ട് മുഴുവൻ മൂപ്പര് എന്നെ കൊണ്ട് മേടിപ്പിച്ചു. പലതും ചെയ്തു. അതിൽ കുറേ പഴിയും കേട്ടിട്ടുണ്ട് ഞാൻ. അവരാരാധക ചെയ്യാനൊക്കെ ചോദിച്ചാൽ അത് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ഐ ഹാവ് നെവർ സീൻ എനിബഡി അബവ് ഗുരുവായൂരപ്പൻ. ഭഗവാന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എന്നല്ല, എൻ്റെ അനുഭവം അതാണ്. അദ്ദേഹം ഞാൻ ഇനി വിചാരിക്കണ അബദ്ധമാണെന്ന് നാട്ടുകാർ പറയാലും അത് ശരിയാണെന്ന് ആക്കി തീർത്തിട്ടുണ്ട് ഗുരുവായൂരപ്പൻ. അതങ്ങനെ ആക്കൂ. അതങ്ങനെയാണ്. ഞാൻ പറയുകയാണ് ഇന്ന ആൾ ഗുരുവായൂരപ്പൻ്റെ മുകളിലല്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആണെന്ന് പറഞ്ഞാലും ഭഗവാൻ അതിനെ അല്ലാന്നാക്കും. എൻ്റെ അനുഭവം അതാണ്. നമുക്കത് മതിയല്ലോ. അപ്പം അങ്ങനെ ആ വർഷം അത് കഴിഞ്ഞ് സെക്കൻഡ് ലോക്ക്ഡൗണും കഴിഞ്ഞപ്പോഴാണ്, സെക്കൻഡ് ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുന്നേ ആണ് ആ ജനുവരി മാസത്തിൻ്റെ അവസാനത്തിൽ ഈ ഞാൻ പറഞ്ഞ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ സംഭവം ഉണ്ടാവുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇത് ട്രിഗറായിട്ട് വരുന്നതും ദെൻ ആഫ്റ്റർ ദാറ്റ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അത് ചെയ്തതൊക്കെ പറഞ്ഞാൽ ശങ്കര ദിഗ്വിജയം 5 പാർട്ട്, വൈശാഖ മാസത്തിൻ്റെ മഹാത്മ്യം ചെയ്തു. അങ്ങനെ ഗായത്രി മന്ത്രവ്യാഖ്യാനം ആചാര്യസ്വാമികളുടെ, ആദിത്യഹൃദയം 3 ഭാഗം,
ഭഗവാൻ എന്തിനൊക്കെ ചിരിച്ചു എനിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചിലർ പറഞ്ഞു ഈ ലാപ്ടോപ്പിൻ്റെ മൈക്ക് അത്ര സുഖമല്ല, ഒരു മൈക്ക് വാങ്ങണം. അപ്പോൾ ഞാൻ ബോയയുടെ ഒരു ചെറിയൊരു ക്ലിപ്പ് മൈക്ക് മേടിച്ചു. അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പം ബെഡ്റൂമിൽ പോയിരുന്നിട്ട് ഓഡിയോ ആയിട്ട് പറഞ്ഞിട്ട് വെറുതെ തുടങ്ങി. അങ്ങനെ പറഞ്ഞാണ് ഗുരുവായൂരപ്പൻ്റെ നിരന്തര സ്മരണ. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടത്. കാരണം വാസ്തവത്തിൽ നിരന്തര സ്മരണയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്താണോ ചെയ്ത് പഠിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലഘുവായ മാർഗ്ഗങ്ങളാണ്. നമുക്കൊരു സ്ഥലത്ത് പോയിട്ട് ചടഞ്ഞ് ചമ്പ്രം പടിഞ്ഞിരുന്നിട്ട് ഒരു പോയിന്റിലേക്ക് ധ്യാനിക്കാൻ ചിലപ്പോൾ പറ്റില്ല, സമയം കിട്ടില്ല. അപ്പോൾ ചെയ്യാവുന്ന മാർഗ്ഗം എന്താ? നമ്മൾ ഇറങ്ങിച്ചെന്നിട്ട് ഇടപെടുന്ന എല്ലാറ്റിലും ഭഗവാനെ കാണാൻ പഠിക്കുക. ഗൃഹസ്ഥന് പറഞ്ഞിട്ടുള്ള പണി അതാ. രാവിലെ തന്നെ വീട്ടിലെ ജോലി നേരാക്കി വെച്ച് പുറത്തേക്ക് ഓടുന്ന ഒരാൾക്ക് എവിടെ ഇരുന്ന് ധ്യാനിക്കാൻ നേരം? അപ്പോൾ എന്താ, വീട്ടിലെ ജോലിയിലും വീട്ടിലെ ആൾക്കാരിലും പുറത്തെ ആൾക്കാരിലും സകലത്തിലും ഭഗവാനെ കാണാൻ ശീലിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ എന്താവും, ഈ പുറത്തേക്ക് നോക്കിയാലോ കണ്ട് ഇതൊക്കെ അകത്തേക്ക് കിട്ടാൻ തുടങ്ങും. ഉള്ളിലേക്ക് താനെ തിരിച്ചു വരും. വാട്ട് ഈസ് ഡൈവർജൻറ്റ് വിൽ ബിക്കം കൺവർജൻറ്റ്. ഉള്ളിലേക്ക് വരും. അതാണ് ഞാൻ ശിവൻ്റെ ധ്യാനവും നാരായണൻ്റെ ധ്യാനവും യോഗനിദ്രയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും പറയാറ്. മഹാദേവൻ എല്ലാം അകത്തേക്ക് ഒരു പോയിന്റ് കൊണ്ടുവരുന്നു. ഗുരുവായൂരപ്പൻ എല്ലാം താൻ തന്നെയെന്ന് പ്രപഞ്ചത്തിലേക്ക് ധ്യാനം കാണിക്കുന്നു. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് ഐഡിയ. അത് തുറന്നു നോക്കുമ്പോൾ എല്ലാം നാരായണയുടെ കാണുന്നതാണല്ലോ. അത്രേ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ശീലം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നല്ലത് മാത്രം സമർപ്പിച്ചിട്ട് കാര്യമില്ല, ചീത്തയും സമർപ്പിക്കണം. നമ്മുടെ ദുർഗുണങ്ങൾ, നമ്മുടെ ഇച്ഛാഭംഗങ്ങൾ, നമ്മളെ അപമാനിച്ചത്, നമ്മുടെ കണ്ണീര്, നമുക്ക് നമ്മുടെ തെറ്റുകൾ, ആരെങ്കിലും നമ്മളെ ശപിച്ചത് എല്ലാം കൊടുത്തോളണം. കർമ്മം അനുഭവിക്കാണ്ടിരിക്കാനല്ല, നമ്മുടെ മനസ്സ് എംറ്റിയാക്കണം. കാരണം ഈ എച്ചിൽ വെച്ചിട്ടുള്ള പാത്രവും വെച്ചിട്ട് മൂപ്പര് പായസം വിളമ്പാൻ വരുമ്പോൾ നമ്മൾ ആ എച്ച് പാത്രം കാണിച്ചാൽ എന്താ സ്ഥിതി? ഇന്നലെ രാത്രി ഊണ് കഴിച്ചിട്ടുള്ള എച്ചിലുള്ള പ്ലേറ്റിലെല്ലാം ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് നമ്മൾ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. മനസ്സ് മാത്രം എന്താ കഴുകി വൃത്തിയാക്കാത്തത്? ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു പ്രഭാഷകനോ എന്തോ പറഞ്ഞു, ഉടനെ അതിൻ്റെ കുറച്ച് അംശങ്ങൾ വെച്ചിട്ട് ആ എച്ചിലും വെച്ചിട്ട് അടുത്ത ആളുടെ പ്രഭാഷണം കേൾക്കും. എന്നിട്ട് ആ എച്ചിലേക്ക് ചേർത്തു അടുത്ത ആളുടെ പ്രഭാഷണം കേൾക്കും. ചുരുക്കി പറഞ്ഞാൽ എച്ചിലുകളുടെ കൂമ്പാരായി മാറുകയാണ്. ഈവൻ വാട്ട് എവർ ദാറ്റ് ഈസ് ലൈക്ക് മോട്ടിവേഷൻ എന്ന് വിളിച്ചാലും ഈ ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ നോളജ് ഗെയിനിങ് മുഴുവൻ എച്ചില്ല. അപ്പോൾ എന്താ വെച്ചാൽ അത് കൊടുത്ത ആൾ അയാൾ ഉദ്ദേശിച്ച രീതി പോലും എത്തില്ല ഇവിടെ. അത് കണ്ടാമിനേറ്റഡ് ആയിട്ടാണ് വരിക. അപ്പോൾ അത് മാറ്റാനുള്ള മാർഗം കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അത് ആദ്യകാലത്തൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, നമുക്ക് വളരെ സ്ട്രെന്യൂസ് ആയിരിക്കും. സാരമില്ല, മറക്കും നമ്മളിടയ്ക്ക്, എന്തായാലും ഓർമ്മ വരുമല്ലോ. അപ്പോൾ പറയുക എത്ര നേരം മറന്നിട്ട് രാവിലെ 9 മണിക്കാണ് സമർപ്പിച്ച്, ഭഗവാൻ 9 മണി തൊട്ട് അപ്പോൾ മണി 4:30 ഇതുവരെയുള്ള എല്ലാം എന്താ ഞാൻ തന്നിരിക്കുന്നു. രാവിലെ എണീച്ചിരിക്കുമ്പോഴേ പറയും ഇന്നത്തെ മുഴുവൻ നടക്കാണെന്ന് ആദ്യമേ പറഞ്ഞേക്കുക. രാത്രി കിടക്കാൻ പോകുമ്പോഴും പറയുക ഇന്നത്തെ മുഴുവൻ നടക്ക് തന്നിരിക്കുന്നു പറയുക. രാവിലെ എണീച്ചിട്ട് നന്നായി ഉറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയുക. എന്നിട്ട് പറയുക ആ സുഖം നിനക്ക് തരുന്നു. ഇനി ഉറക്കം പോയി, ഉറങ്ങിയിട്ടേ ഇല്ല, തലവേദനിച്ചിട്ടും സ്വപ്നം കണ്ടിട്ടും ആകെ മോശമായിട്ടിരിക്കണം, അതും നടക്കിരിക്കട്ടെ. എല്ലാം ബ്രഹ്മത്തിലേക്ക് കൊടുത്തോണ്ടേ ഇരിക്കുക. അല്ലാണ്ട് വേറെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഈ വിദ്യ തന്നെയാണ് ഗീതയിൽ പ്രാക്ടിക്കലി പറഞ്ഞു കൊടുത്തത്. കൊടുക്കുക. ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ചോദിക്കണ്ടല്ലോ, ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ ഗീതയെ? ഒരു വാക്കിൽ പറയൂ ഗീതയുടെ സന്ദേശം പറഞ്ഞു, തിരിച്ചിട്ടാൽ മതി. ഇവർ ത്യാഗി എന്നാവുന്നു. അപ്പോൾ ത്യാഗമാണ്. അപ്പോൾ ത്യജിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം കയ്യിൽ ഉണ്ടാവണം. ഉണ്ടാക്കിയിട്ട് കളയണം. ഇല്ലാത്ത കളഞ്ഞിട്ട് കാര്യമില്ല. ഒരുത്തരും ഇപ്പോൾ പറയണേ ഭഗവാൻ അമ്പലത്തിലേക്ക് ഞാൻ 1,00,000 രൂപ കൊടുത്തു എന്ന് മനസ്സാൽ സങ്കല്പിച്ചുകൊണ്ട് അത് കാര്യമില്ല. ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. സ്നേഹം ഉണ്ടായിട്ട് സ്നേഹത്തെ ത്യജിക്കണം. ധനം ഉണ്ടാക്കിയിട്ട് ധനത്തെ ത്യജിക്കണം. അതിനാണ് നമ്മൾ സ്നേഹിക്കേണ്ടതും, അതിനാണ് നമ്മൾ ധനം സമ്പാദിക്കേണ്ടതും, അതിനാണ് നമ്മൾ നല്ല ജീവിതം ജീവിക്കേണ്ടതും, ജീവിത സൗകര്യങ്ങൾ ഇരിക്കേണ്ടതും. എങ്ങനെയാണ് ത്യജിക്കുക? അതിനെ കളഞ്ഞ് ഓടി രക്ഷപ്പെടാൻ കീറി പറഞ്ഞ് ഡ്രസ്സിട്ട് കിടക്കുക എന്നല്ല അർത്ഥം. അതിലിരുന്നു കൊണ്ട് മനസ്സിനെ എന്ന് പിൻവലിച്ചിട്ട് അത് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ ഹാപ്പി. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ അതാത് ആശ്രമങ്ങൾ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കണം. ഒരു മനുഷ്യൻ കടന്നു പോകേണ്ട പ്രോഗ്രസീവായിട്ടുള്ള ഇതാണ് ആചാര്യന്മാർ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇനി അത്യാശ്രമമാണെങ്കിൽ അങ്ങനെ ഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രക്രിയ കൂടെ കടന്നു പോകാതെ ഇടയിൽ ക്ലാസ്സിൽ കയറി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അപകടം. ഇതന്നെയാണ് മാസ്ലോവിൻ്റെ ലോ. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എനിക്കൊരു മാരുതി കാറുണ്ട്, അപ്പോൾ എനിക്ക് മറ്റേ കാറ് വേണം. ഇപ്പം ഞാനൊരു ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റേ ആൾ വേറെ ഉപാസന ചെയ്യുന്നു, അപ്പോൾ എനിക്ക് ആ ഉപാസനയ്ക്ക് മാറണം. ഈ ഒരു പ്രക്രിയ ഇപ്പോൾ പല ആൾക്കാരും പെട്ടെന്നാണല്ലോ വേണ്ടത്. ഇപ്പോൾ ഒരുപാട് ഗ്രാറ്റിഫിക്കേഷൻ. അതെങ്ങനെയാണ് ശരത്തേട്ടൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്?
അതായത് ഞാൻ പറഞ്ഞ ഇപ്പോൾ മോഡേൺ സയൻസിലാണെങ്കിൽ മാസ്ലോസ് ലോസ് ഓഫ് നീഡ്സ് എന്ന് പറയും. ആ പിരമിഡ് മാസ്ലോ പറഞ്ഞു വെച്ചാൽ ഓരോ പ്രായത്തിലും ഓരോ നീഡുണ്ട്. അതെ. ആ നീഡ് ഫുൾഫിൽ ചെയ്താലും അടുത്ത നീഡ്, അതിൻ്റെ അടുത്ത നീഡ്. 1 വയസ്സുള്ളൊരു കുട്ടിക്ക് 20 വയസ്സുകാരൻ്റെ നീഡല്ല. ആധ്യാത്മികത മാത്രം എന്തിനാണ് 1 വയസ്സുള്ള നീഡിൻ്റെ അവിടെ നിൽക്കണവൻ 20 വയസ്സിൻ്റെ നീഡിൽ പോയി പിടിക്കുന്നത്? തീർച്ചയായിട്ടും. അല്ലേ? അപ്പോൾ അബറേഷൻ സംഭവിച്ചു. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞത് ബാല്യത്തിൽ ബാല്യനായിട്ടിരിക്കുക, ബ്രഹ്മചാരിയായിട്ടിരിക്കുക, വിവാഹം ചെയ്യേണ്ട സമയത്ത് വിവാഹം ചെയ്യുക, പുത്രോത്പാദനം നടത്തുക, കുടുംബം നടത്തുക. അത് കഴിഞ്ഞാൽ അതിനെ റിനൗൺസ് ചെയ്ത് വാനപ്രസ്ഥത്തിൽ പോവുക. അത് കഴിഞ്ഞാൽ അതിനും മെച്യൂറായ മാത്രം അവനവൻ്റെ ശരീരത്തിനെ പിണ്ടം വയ്ക്കുക, അതായത് സന്യാസം സ്വീകരിക്കുക. ഇനി അതും കളയണമെങ്കിൽ അത്യാശ്രമിയാവാം, അത് വേറെ ഹൈ ലെവലാണ്. ഇത് പക്ഷേ ക്രമാനുക്രമമായിരിക്കണം. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇതേ ഒരുത്തം പെട്ടെന്ന് ഞാൻ സന്യാസിയായി കളയാം, സന്യാസിയായി. അവൻ്റെ അകത്ത് ഒരു ബ്രഹ്മചാരിയും ഒരു ഗൃഹസ്ഥനും ഒരു വാനപ്രസ്ഥക്കാരനും ഫുൾഫിൽമെൻ്റ് ഇല്ലാണ്ട് മാസ്ലോവിൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യേണ്ട കിടപ്പുണ്ട് ആ പിരമിഡിൽ. ഞാൻ വെറുതെ സാഹിബിൻ്റെ പേര് പറഞ്ഞു മനസ്സിലായി. എളുപ്പത്തിൽ. നമ്മുടെ ആശ്രമ വ്യവസ്ഥ തന്നെയാണ് മാസ്ലോ പറഞ്ഞു വെച്ചത്, ഒരു വ്യത്യാസമില്ല. അപ്പം നമ്മൾ മൂക്കാണ്ട പഴുക്കും. മൂക്കാണ്ട പഴുത്ത കേടാവും, പെട്ടെന്ന് കേടാവും. കാരണം ഇത് മുഴുവൻ കിടക്കണേ. വാസനകൾ വറക്കണം, വിത്തുകളെ വറക്കണം എന്ന് ശുഭമഹർഷി പറഞ്ഞുകൊണ്ടാണ് ഭാഗവതത്തിൽ. ഇല്ലെങ്കിൽ ഇത് അനുകൂല സാഹചര്യത്തിൽ പൊട്ടും. നമ്മുടെ വിചാരം നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ലോകത്ത്, ആരും കാണില്ല, ഒപ്പിച്ചളയാം. ഇതാണ് നമ്മളറിയുന്നില്ല. പ്രഭാഷണം ഞാൻ പറയാറില്ല, ഇത്രയും പേരല്ല കേൾക്കണത്, എത്രയോ കോടി ആൾക്കാർ കേൾക്കണ്ടാവും, നമുക്കറിയില്ല എന്ന് പറയാം. അത് തന്നെയാണ്. അപ്പോൾ അനുകൂല സാഹചര്യം വന്നാൽ ഏത് പുണ്യാളൻ്റെ ഉള്ളിലും ഒരു പിശാചും വരും, ഏത് പിശാചിൻ്റെ ഉള്ളിലും ഒരു പുണ്യാളും ഉണ്ടാവും. അതുണ്ട്, രണ്ടുമുണ്ട്. നമ്മൾ പറയും അയാൾ ഉപകാരം ചെയ്തുവോ, അയാൾ അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്തവർ. അതെന്താ, അയാളിലുണ്ടായിരുന്ന ഒരു വാസനയുടെ വിത്ത് പൊട്ടിയതാണ്, പക്ഷെ അത് നന്മയായതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അയാൾ എത്ര നല്ല മനുഷ്യൻ, അയാൾ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കും. അത് അയാളിലുള്ളൊരു ദുഷിപ്പിൻ്റെ വിത്ത് സാഹചര്യം വന്നപ്പോൾ പൊട്ടിയതാണ്. അപ്പം നന്മയുടെ വിത്താണെങ്കിലും തിന്മയുടെ വിത്താണെങ്കിലും വറുത്ത വിത്താക്കണം, എന്നാലേ കർമ്മത്തിൻ്റെ ചക്രത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നല്ല ഡൂ ഗുഡ് എന്നുള്ളത് സനാതനധർമ്മം അതും അപകടമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്താലും ഈശ്വരനെ അർപ്പിച്ച് ചെയ്യുക, അവനവൻ ചെയ്തു എന്ന് വിചാരിക്കാതിരിക്കുക. ഈ ചക്രത്തിൻ്റെ കാര്യം പറഞ്ഞു, ഈ ഭഗവത്ഗീതയുടെ ഒരു നമ്മൾ ഒരു സംസാരിച്ചല്ലോ 18 അധ്യായം. ഈ 18 അധ്യായത്തിൽ എനിക്ക് 2-3 അധ്യായമൊന്നും ശരിക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഉദ്ധവയുടെ ഒരു ഉദ്ധവ് ഗീത വരുന്നുണ്ട്. അത് പക്ഷെ അതൊന്നും ഇവിടെ അത്ര ഫേമസ് അല്ല. എന്താ അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ? കാരണം വെച്ചാൽ ഭഗവത്ഗീതയെ പറ്റി എന്താ പറയുക, എല്ലാവർക്കും അത്യാവശ്യമൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ മറ്റേ അനുഗീത അല്ലേ, അത് അനുഗീത, ഉത്തരഗീത. അനുഗീത യുധിഷ്ഠിരനോട്, ഉത്തരഗീത അർജുനോട് പറഞ്ഞു കൊടുത്തവ അശ്വമേധത്തിൻ്റെ സമയത്തും അല്ലാതെ. അതിൽ മഹാഭാരതത്തിൽ 12-13 ഗീതയുണ്ട്. അത് ചണ്ഡാളൻ പറഞ്ഞു കൊടുക്കുന്ന വ്യാധഗീത വരെയുണ്ട്. ഗീത എന്ന് പറഞ്ഞ ഉപദേശങ്ങളുടെ ഒരു സമാഹാരം എന്നേ അർത്ഥമുള്ളൂ. ഭഗവാന്റെ 3 ഗീതയാണ്. പടക്കളത്തിലെ പ്രധാനമായിട്ടുള്ള ഭഗവത്ഗീത, ക്രൗൺ. പിന്നെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കണ അനുഗീത. അനുഗീത ശരിക്കും മോക്ഷമാർഗം, ജ്ഞാനമാർഗം അങ്ങനെ മാത്രമാണ്. ജ്ഞാനം അങ്ങനെ അരച്ച് കലക്കി എടുത്തിട്ട് അങ്ങനെ കൊടുത്തില്ല. അത് ഭഗവാന്റെ ടിപ്പിക്കൽ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണോ അതാണ്. പിന്നെ മാത്രമല്ല അവരുടെ പ്രായം അതിനനുസരിച്ച് കണക്കാക്കണം. അതെ. അശ്വമേധം നടക്കുന്ന സമയമാകുമ്പോഴേക്കും യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിയും. ഉത്തരഗീത അർജുനന് ഇതേപോലെ പറഞ്ഞു കൊടുക്കണം. അതിൽ യോഗവിദ്യയാണ്, കുണ്ഡലിനിയൊക്കെയാണ്. കൃഷ്ണൻ കുണ്ഡലിനിയെ കുറിച്ച് പറഞ്ഞൊക്കെ കേൾക്കണ അത്ഭുതമാണല്ലോ നമുക്ക്. അദ്വൈതാത്മകമായിട്ടുള്ള ഒരു രീതി ഉണ്ട്. പക്ഷെ അതിലും യോഗത്തിനെയും അദ്വൈതത്തിനെയും കൂടെ ഒരു മിക്സ് ചെയ്ത് കളിക്കുന്ന ഒരു ഭഗവാൻ ഹൈബ്രിഡിൻ്റെ ആളായിരുന്നല്ലോ. സാഖ്യത്തിനെയും യോഗത്തിനെയും ഒന്നിച്ചു കൊണ്ടുവന്നത് ഭഗവാനല്ലേ ശരിക്കും. യോഗം ഒരു പ്രാക്ടിക്കൽ മാർഗവും സാഖ്യം അതിൻ്റെ തിയറിയാണല്ലോ. ശരിക്കും അത് ജീവിച്ച് കാണിച്ചു കൊടുത്തത് ഭഗവാനാണ്. അതുകൊണ്ടാണ് നമ്മൾ സാഖ്യം ബലരാമനും യോഗം കൃഷ്ണനുമാണെന്ന് പറയും. അവർ ജനിച്ചതാത്രേ. സാഖ്യം എന്ന് പറയുന്ന പദ്ധതി അറിവാണ്, ശുദ്ധമായിട്ടുള്ള അറിവ്. പ്രകൃതി പുരുഷൻ എന്നുള്ള സങ്കല്പത്തിൽ നിൽക്കണമല്ലോ സാഖ്യം. സാഖ്യം ബലഭദ്രനും അതിൻ്റെ പ്രാക്ടിക്കൽ കൃഷ്ണനുമാണ്. ഈ ബലഭദ്രനുള്ള മുന്നത്തെ ഇതിൽ രാമായണത്തിൽ ലക്ഷ്മണനായിട്ടും. ലക്ഷ്മണനാവുന്ന സമയത്ത് അവിടുത്തെ സമാധി ഭാഷയിലെ അർത്ഥം ശ്രദ്ധ എന്നർത്ഥം. ശ്രദ്ധയാണ്. ഈശ്വരനെ സങ്കല്പിച്ച് ഈശ്വരനെ സാക്ഷാത്കരിക്കണമെങ്കിൽ വേണ്ടത് ഏറ്റവും പ്രധാന ശ്രദ്ധയാണ്. ഭക്തി പിന്നെ വരിക. അതാണ് ലക്ഷ്മണൻ ജനിക്കുമ്പോഴേ കൂടിയുണ്ട്. മറ്റേ പിന്നെ വരണം. അതെ, മറ്റേടത്ത് ആദ്യം ജനിച്ചിട്ട് പിന്നെ വരണം. ഇത് രണ്ടും സെറ്റായതിന് ശേഷമേ മനസ്സടങ്ങുള്ളൂ. ആണ് ഹനുമാൻ പിന്നെ വരണം.
ക്രമം അങ്ങനെയാണ് വരിക. വലിയൊരു പിന്നെ ഭയങ്കര കൺസെപ്റ്റുകളാണ്. അപ്പോൾ ഗീതയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ സായിപ്പിന് മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും സാധിച്ച് ഭഗവത്ഗീത മാത്രമായിരുന്നു. അപ്പോൾ അവർ കുറേ പുസ്തകം എഴുതിയപ്പോൾ ഇവിടെ ഉള്ളവർ ഗീത മാത്രം പഠിച്ചു. ഉദ്ധവ് ഗീത മനസ്സിലാക്കാനുള്ള ബുദ്ധി സായിപ്പിനില്ല. അതിൻ്റെ തലം പോലും അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അത് വേണ്ടവരുടെ കയ്യിൽ മാത്രം നിന്നു. അത് ഭാഗവതത്തിലാണ് പറഞ്ഞത്. പക്ഷെ മഹാഭാരതത്തിൻ്റെ ഉള്ളിലുള്ള മറ്റ് 2 ഗീതകൾക്കും കുറേയൊക്കെ ജാതിയുടേതായിട്ടുള്ള വിഷയങ്ങൾ കൂടിയിട്ട്, അതുകൊണ്ടാണ് അത് പോപ്പുലർ ആവാൻ. ഒരു ചണ്ടാളം പറഞ്ഞ ഗീത പഠിക്കാൻ, അതും ചണ്ടാളം ബ്രാഹ്മണനെ ഗീത പറഞ്ഞ് പഠിപ്പിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അത് ഇന്ത്യയുടെ പൊതു ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായൊരു വിഷയമാണ്. വ്യാസൻ അങ്ങനെയൊന്നും എഴുതിയില്ല. അദ്ദേഹം എല്ലാം അത് ആർക്ക് വേണമെങ്കിൽ ഓരിക്കുടിക്കാവുന്ന മാത്രം. അതിപ്പോൾ യുധിഷ്ഠിരൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട്, അർജുനനോടും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് പറഞ്ഞ ഗീത ആവർത്തിക്കാൻ പറയുമ്പോൾ പറയും എന്ത് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും. അന്നത്തെ നീയും അന്നത്തെ ഞാനും ഇല്ല എന്ന് അർജുന, ഇന്നത്തേന് ഞാൻ പറഞ്ഞുതരാം. അതാണ് ശരിയായ ഗുരു. അല്ലാണ്ട് ഏതോ നൂറ്റാണ്ടിലത്തെ ജീവിത രീതി ഇന്നും അനുവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കലല്ല. അതല്ല സംസ്കാരം, അതല്ല മതം. കാലത്തിനനുസരിച്ചിട്ട് ധർമ്മം 2 തരത്തിലാണ്. പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സലായിട്ടുള്ള ലോസ്, അത് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വസ്തു എടുത്തിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇപ്പോഴും ഇട്ടാലും 5000 കൊല്ലം മുമ്പും 10000 കൊല്ലം മുമ്പും 1,00,000 കൊല്ലം മുമ്പും ഇങ്ങനെ ഒരു സാധനം പൊക്കിയിട്ടിട്ട് ആ നിലത്ത് വീഴും. കാരണം ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. പ്രകൃതിയുടെ നിയമമാണ് ഗ്രാവിറ്റി, അതിന് മാറ്റം വന്നിട്ടില്ല. ഇനി 1,00,000 കൊല്ലം കഴിഞ്ഞാലും ഗ്രാവിറ്റി വർക്ക് ചെയ്യും. പക്ഷേ കാലത്തിനനുസരിച്ച് മാറുന്ന കുറേ വിഷയങ്ങളുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറുന്നത്, ദേശത്തിനനുസരിച്ച് മാറുന്നത്. ധർമ്മം അപ്പോൾ 2 തരത്തിലാണ്. ഒന്ന് സ്ഥിരമായിട്ടുള്ളൊരു ധർമ്മം, ഒന്ന് കാലദേശ വ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറുന്നൊരു ധർമ്മം. ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ചേർന്നാലേ പ്രപഞ്ചത്തിൻ്റെ സമമായിട്ടുള്ളൊരു സഞ്ചാരം നടക്കുള്ളൂ. അത് മനസ്സിലാക്കിക്കലാണ് ശരിക്കും ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളുടെ ഒക്കെ അടിസ്ഥാനം. അതിൽ ഗീതയുടെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിക്കുക, നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുക, താൻ ഈശ്വര സ്വരൂപമാണെന്ന് തിരിച്ചറിയുക. ഇതാണ് ഗീതയുടെ കോറായിട്ടുള്ള 3 സന്ദേശം. ഇത് പഠിപ്പിക്കാനാണ് ഭഗവാൻ ജീവിതം മുഴുവൻ ശ്രമിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സത്വരജസ്തമോ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതും ഈ കണ്ട വിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്തതും. ഗീത തുടങ്ങുമ്പോൾ ആദ്യം അർജുന വിഷാദയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കാട്രി സെഷൻ തുടങ്ങുന്നു, കൗൺസിലിംഗ് തുടങ്ങുന്നത്. ആ കൗൺസിലിങ്ങിൽ ഭഗവാൻ ആദ്യം കളിയാക്കുക ചെയ്യുക. അതൊരു ഫ്രണ്ടിനോട് എടുക്കുന്ന സ്വാതന്ത്ര്യത്തിലാണ്. റോൾ പ്ലേ ശ്രദ്ധിക്കണം. ഗുരുവും ശിഷ്യനും അല്ല, ഫ്രണ്ടാണ്. ഗുരു ഒരിക്കലും ശിഷ്യനെ കളിയാക്കില്ല. ശിഷ്യൻ വിഷമം വന്നു പറയാം നീയൊക്കെ എന്തെന്ന് ഒരിക്കലും ഒരു യഥാർത്ഥ ഗുരുവും പറയില്ല. അത് ഗുരു ശിഷ്യ ബന്ധമാണെങ്കിൽ അതിൻ്റെ ലക്ഷണം തന്നെ പരിഹാസത്തിൻ്റെ ലാഞ്ചന അന്യോന്യം ഉണ്ടാവില്ല. അന്യോന്യം ഉണ്ടാവില്ല. പരിഹസിച്ച് പറഞ്ഞവൻ ഗുരുവല്ല, അവൻ പറയില്ല. പരിഹസിച്ച് പറഞ്ഞവൻ താനൊരു സംഭവമാണെന്ന് വിചാരിക്കണവനെ പരിഹസിച്ച് പറയുക. പരീക്ഷിക്കും, പക്ഷെ പരിഹസിക്കില്ല. അർജുനനെ ഭഗവാൻ പരിഹസിക്കില്ല. അതവർ തോളത്ത് കേട്ടിട്ടുണ്ടോ? ഫ്രണ്ട്സാ. അങ്ങനെ 2 തരത്തിൽ അത് പറയണം. നീ എൻ്റെ സുഹൃത്തായിട്ടും എൻ്റെ തോളത്ത് കയറ്റി നടന്നിട്ടും അർജുന നീ ഇന്നേവരെ എന്നിലൊരു ദോഷവും പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമായിട്ടുള്ള അറിവ് പറഞ്ഞു തരാമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ധർമ്മം എന്താ? നമ്മൾ എന്തൊക്കെ പറഞ്ഞ് കുത്തുവാക്ക് പറയണു. രണ്ടാമത് പറയണ കാര്യമാണ് കാർപ്പണ്യദോഷാപഹൃത സ്വഭാവ. നിനക്ക് കാർപ്പണ്യദോഷം ബാധിച്ചിരിക്കുന്നു, കൃപണത. രാമനുണ്ടായിരുന്നു ഇതേ പ്രശ്നം. രാമൻ നരൻ്റെ അംശം കൂടി അവതാര, അർജുനൻ പൂർണ്ണ നരനാണ്. എവിടെ നരനുണ്ടോ അവിടെ കോപം ഉണ്ടാവും. നരസിംഹം നരനാണ്. എവിടെ നരനുണ്ടോ അവിടെ മാനുഷിക വികാരങ്ങളായിരിക്കും ഭരിക്കുക. മനസ്സ് ഇളകിക്കൊണ്ടേയിരിക്കും. അർജുൻ്റെ വിഷയം അതാണ്. എന്താ കാർപ്പണ്യദോഷം പറഞ്ഞത്? നമ്മുടെയൊക്കെ പ്രശ്നം ഹിപ്പോക്രസി, അതാണ് കാർപ്പണ്യദോഷം. അർജുന നീ പണ്ഡിതനെ പോലെ ഒരേ സമയം സംസാരിക്കുകയും ചെയ്യണു, അതേസമയം തന്നെ നീ ബലഹീനെ പോലെ പെരുമാറുകയും ചെയ്യണു. ഇതെന്ത് കോമാളിത്തരാന്ന് ചോദിച്ചിട്ട് കളിയാക്കിയിട്ടാണ് തുടങ്ങണത് തന്നെ. സോ ആ മർമ്മത്തിൽ അടിച്ചിട്ടാണ് ഭഗവാൻ തുടങ്ങുന്നത്. എന്നിട്ട് തനിക്ക് പറയാനും പഠിപ്പിക്കാനുള്ള മുഴുവൻ ആദ്യം അങ്ങോട്ട് ഒരു സമ്മറി പറയണ മാതിരി പറയണം. 2ാമത്തെ ചാപ്റ്ററിൽ സാഖ്യം. ഭഗവാൻ സാഖ്യത്തിൻ്റെ നാഥനാണ്. കപില മഹർഷി പറഞ്ഞതിൻ്റെ തിയറിയെ പ്രാക്ടിക്കലാക്കിയ ആൾ കൃഷ്ണനാണ്. സാഖ്യം പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ എസെൻസ് പറഞ്ഞു വെച്ചു. ഇനി എന്ത് ചെയ്യണം? അതിനെ വിടർത്തണം. പിന്നെ പറഞ്ഞ 16 ചാപ്റ്ററിൽ അദ്ദേഹം അതിനെ വിടർത്തുക. ശരിക്കും സാഖ്യം വൃത്തിയായി പഠിച്ചാൽ ഗീത മുഴുവൻ മനസ്സിലാവും. ഗീത മുഴുവൻ മനസ്സിലാവും. 16 ചാപ്റ്ററുകളിലായിട്ട് അദ്ദേഹം ഇങ്ങനെ വിടർത്തി ഇങ്ങനെ ആ ഗീതാപുഷ്പം, ആ ഗീത എന്ന് പറഞ്ഞാൽ താമര എങ്ങനെ വിടർത്തി കൊണ്ടുവരിക ഭഗവാൻ. ഇങ്ങനെ മെല്ലെ ഓരോ ഇതലായിട്ട് എടുത്ത് ഒരു കാല തേരിൻ്റെ മുകളിൽ വെച്ച് മറ്റേ കാല് ഭൂമിയിൽ ചവിട്ടി നിന്ന്
ഇടുപ്പത്ത് കൈയും വെച്ച് കയ്യിൽ ചമ്മട്ടിയും പിടിച്ച് അർജുനൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു ഘട്ടം എത്തുമ്പോൾ എന്താ, അർജുനന് നേരനുഭവത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് പലതും മനസ്സിലാവില്ല. അതുകൊണ്ട് വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട്, അല്ലാണ്ട് ഗ്രാൻഡ് ക്ലൈമാക്സ് ആയിട്ട് അവസാനമല്ല കാണിച്ചു കൊടുത്തത്, ഇടയിലാണ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നോക്ക് എല്ലാം എന്നിലാണ്, എന്നാൽ ഞാൻ ഒന്നിലുമില്ല. ഇതന്നെയല്ലേ വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കുന്നത്. ഓം വിശ്വം വിഷ്ണുർ വഷട. പ്രപഞ്ചത്തിൻ്റെ ഘടന അങ്ങനെ ഉണ്ടായി ഓം എന്നുള്ള നിരാകാര ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി വന്ന് സർവപ്രഹരണായുധ എന്ന് പറഞ്ഞാൽ സംഹാരത്തിൽ എത്ര വരെയാണ് അത് പോണത്. സൃഷ്ടി സ്ഥിതി സംഹാരം മുഴുവൻ വരും ഈ സഹസ്രനാമത്തിൽ. അത് തന്നെയാണ് അവിടെ വന്നിട്ട് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അർജുനൻ എന്താ കാണുന്നത്? തന്നെ തന്നെ കാണുന്നു, ഉപദേശിക്കണ കൃഷ്ണനെ കാണുന്നു, വരാൻ പോകുന്നൊരു കാലത്ത് ഭഗവാന്റെ ദംഷ്ട്രകളിൽ കുടുങ്ങിക്കിടക്കുന്ന ദുര്യോധനാദികളെയും തൻ്റെ സൈന്യങ്ങളെയും കാണുന്നു, രക്തം കുടിക്കുന്ന ആളായിട്ട് കാണുന്നു, കാലചക്രത്തിൻ്റെ കാലപുരുഷനായിട്ട് കാണുന്നു, എല്ലാം കാണുകയാണ്. അതായത് ഞാൻ പ്രഭാഷണങ്ങൾ ഞാൻ പറയാറുണ്ട്, തമാശയായിട്ട് പറയും, ഞാൻ പറയും വടി കുത്തിയമാരൊരു ആൾ കണ്ട് കുറേ തലയും കുറേ കയ്യും, അതല്ല വിശ്വരൂപം. എല്ലാ വസ്തുക്കളിലും ഭഗവാനെ കാണാൻ സാധിപ്പിച്ചു കൊടുത്താണ്. അതാണ് വിശ്വരൂപം. ഈ വിശ്വരൂപ ധ്യാനം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡൈവർജൻ്റ് ധ്യാനം. അങ്ങനെ ധ്യാനിക്കുക എന്നുള്ളത് സാധാരണക്കാരുള്ള. അപ്പോൾ കർമ്മയോഗത്തിൻ്റെ അധികാരിയാണ് അർജുനൻ. ഹൗ ടു ബി സക്സസ്ഫുൾ എന്നാണ് പഠിപ്പിച്ചത് ഗീതയിൽ. ഹൗ ടു റിമെയിൻ സക്സസ്ഫുൾ എന്നാണ് അനുഗീതയിലും ഉത്തരഗീതയിലും പഠിപ്പിക്കുന്നത്. രണ്ട് കാര്യമാണ്. ജയിക്കാൻ പഠിപ്പിക്കുന്ന ഒന്ന്, ജയം നിലനിർത്തി കൊണ്ടുപോകാൻ പഠിക്കുന്നത് വേറെ ഒന്നാണ്. ജയമേ വേറെ. അനുഗീത. അതായത് ഇവിടെ ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പുള്ളി സസ്റ്റൈനബിലിറ്റി ആളാണ്. അതുകൊണ്ടാണല്ലോ മഹാഭാരതത്തിന് ജയം എന്ന് പേര്. ശരിക്കും എൻ്റെ പേര് ജയം എന്നല്ലേ, മഹാഭാരതം പിന്നിട്ടല്ലേ. അതോ ജയം ഉദീരയത് എന്നല്ലേ പറഞ്ഞത്. ഞാൻ ജയം എന്ന കഥ പറയണമെന്നല്ലേ പറഞ്ഞത്. മഹാഭാരതത്തിൻ്റെ യഥാർത്ഥ നാമം ജയം എന്നാ. വ്യാസമഹർഷി ഇട്ട പേര് ജയം എന്നാ. അദ്ദേഹം മഹാഭാരതം ഒന്നും വിളിച്ചിട്ടില്ല എന്നെ, മറ്റുള്ളവരാ വിളിച്ചു, പിൽക്കാലത്ത് വന്നവരാ വിളിച്ച്. ജനിച്ച് മരിക്കുന്ന വരെയുള്ള കഥയാണ് ജയം. യം ച ലയം, തീര സംഹാരം. കല എന്ന് പറഞ്ഞല്ലേ, കാച്ച സൃഷ്ടി, ലാച ലയിക്കുക, സൃഷ്ടിച്ച് ഉണ്ടായി ലയിക്കുക, അതാണ് കല. നമ്മളിപ്പോൾ അമ്മയുടെയൊക്കെ തന്നെ ഷോഡശ കലകൾ എന്നൊക്കെ ശ്രീവിദ്യ പറഞ്ഞാൽ കലയുടെ അടിസ്ഥാനമാണ്. ഈ ചക്രത്തിനെ കുറിച്ച് പഠിക്കലാണ്, ഈ ചക്രത്തിനെ കുറിച്ച്. അപ്പോൾ ഭഗവാൻ ഗീത എന്ന് പറയുന്നതിന് വന്ന പോപ്പുലാരിറ്റി പിന്നീട് നമ്മുടെ പല സന്യാസ പ്രസ്ഥാനങ്ങൾ, ആശ്രമങ്ങളും ഒക്കെ അതിനെ പോപ്പുലറൈസ് ചെയ്തു. പക്ഷെ പ്രോബ്ലം എവിടെയാണ് പറഞ്ഞു വെച്ചാൽ, ഗീത ഈസ് ഓൾമോസ്റ്റ് എ PG ഓർ എൻ MPhil. പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലോ ആധ്യാത്മികത ഒരു കോഴ്സാണെങ്കിൽ അതിലത്തെ PG ആണോ പോസ്റ്റ് ഗ്രാജുവേഷനോ MPhilോ ആണ് ഗീത. ഉദ്ധവഗീത PhD ആണ്. പക്ഷെ അവിടേക്കൊന്നും നമ്മൾ ഇവിടുത്തെ ആരും അല്ല, ഇവിടെ LKG ക്ലാസ്സിൽ ഇരുന്നിട്ട് ഗീത പഠിക്കണേ. കൊച്ചു കുട്ടികളെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് ഗീത എന്ന് പറഞ്ഞിട്ട്. അവർക്ക് എത്ര തന്നെ മനസ്സിലാക്കാൻ പറ്റിച്ചാൽ ഈ പറയണ മാതിരി ഫണ്ടമെൻ്റൽസിൽ പഠിപ്പിക്കണം. അവിടെ ഗീതയുടെ ശ്ലോകം കുറേ കാണാപ്പാടം പഠിപ്പിച്ചിട്ട് അതിന് മത്സരം നടത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. എനിക്ക് നേരെ അനുഭവമുള്ളൊരു കഥ പറയാം. എൻ്റെ അമ്മ പറയും, അമ്മ 1ാം ക്ലാസ്സിൽ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് 18 അധ്യായവും, അന്ന് പിന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ ആരും അറിഞ്ഞില്ല. അമ്മ മുഴുവൻ ചെല്ലും. എന്നിട്ട് അമ്മ അറിയായോ 18 അധ്യായം അമ്മ ചെല്ലും. അവിടെ അമ്മ ചെല്ലിയിരുന്നാണ്. ചക്രാനന്ദ സ്വാമി, നിർവാനന്ദ സ്വാമിജിക്കൊക്കെ ഓർമ്മയുള്ള കാര്യമായിരുന്നത്. അമ്മ എന്നിട്ട് പറയും, എന്നിട്ടിപ്പോൾ എന്താണ്ടായത്? ഒക്കെ മറന്നും പോയി, ഗീത ഒന്നും ജീവിതത്തിൽ വന്നുമില്ലല്ലോ. ആത്യന്തികമായിട്ട് ഇത് കാണാപ്പാടം പഠിക്കുന്നില്ല, ഇതിലൊരംശമെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള അതിൽ ഒരു ഉപദേശം, അത് 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും പകർത്താൻ ഉള്ളൊരു എഫർട്ട് നമ്മൾ ആദ്യം ഇടണം. ദാറ്റ്സ് വെൻ ഹീ ബിക്കംസ് ഹാപ്പി. ഭഗവാന് ഏത് ഒരു അധ്യാപകനും ഞാൻ പഠിപ്പിച്ചു എന്ന് മനസ്സിൽ നിറവ് തോന്നണം. അത് അനുസരിച്ച് കാണുമ്പോഴാണ്, പ്രാവർത്തികമാക്കി കാണുമ്പോഴാണ്. ഈ മെട്രോമാൻ എല്ലാ ദിവസവും അത് വായിക്കുന്നു പറഞ്ഞിട്ടുള്ളത്. അത് ശ്രീധര സാർക്കൊക്കെ അനവധി പേർക്ക് അത് ഇൻസ്പിറേഷൻ അല്ലായിരിക്കും. ഗാന്ധിജിക്ക് അങ്ങനെ ചെയ്തു. ഇപ്പം ഒരുപാട് IIM-ലൊക്കെ ഈ സിറ്റുവേഷണൽ ലീഡേഴ്സിനെ പഠിപ്പിക്കുന്നതിന് പക്ഷേ അത് ജീവിതത്തിൽ അതിൻ്റെ സൂപ്പർഫിഷ്യൽ ലെവലിലാണ് ഇതിലൊക്കെ പോകുന്നത്. ഗീത ഇങ്ങനെ റോക്കറ്റ് സയൻസ് മാതിരി പഠിപ്പിക്കേണ്ട ഒരു സാധനമല്ല. ഇത് റോക്കറ്റ് ഉണ്ടാക്കലല്ല, അതാണ് പ്രശ്നം. ഇതിങ്ങനെ പഠിപ്പിക്കുന്നത് എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതി. അതിൻ്റെ ഒരു ക്രാക്സ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അത് പഠിപ്പിച്ച ആളെ മനസ്സിലാക്കണം. അത് പഠിപ്പിച്ച ആളെ മനസ്സിലാക്കാണ്ടേ ഗീത പഠിപ്പിച്ച ആളുണ്ടല്ലോ, ഗീത ആദ്യം പറഞ്ഞ ആളുണ്ടല്ലോ, അങ്ങോരെ മനസ്സിലാക്കാണ്ട് ഗീത മനസ്സിലാവില്ല. അതുകൊണ്ട് അത് ഭക്തിയല്ലേ, അത് എന്താ ഡിവോഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതിന് മിനിസ്ക്യൂൾ ചെയ്ത് കണ്ടിട്ട് ഗീത എടുത്തു കഴിഞ്ഞാൽ ഗീത ആ തലത്തിലേ നിൽക്കുള്ളൂ. ഉള്ളിൽ നിന്ന് വരില്ല, അവിടെ നിൽക്കും ആസ് എ ബുക്ക്.
ആസ് എ ബുക്ക് തന്നെ നിൽക്കണത്, ഇപ്പോഴും ബുക്കായിട്ടാണ് നിൽക്കണത്. ഈ ഉദ്ധവഗീതയിലെ അനുഗീത എന്ന് പറഞ്ഞത് അല്ല, അത് വേറെ. വേറെ. അനുഗീതയും ഉത്തരഗീതയും മഹാഭാരതത്തിൽ തന്നെ വരുന്നത്. ഉദ്ധവഗീത വരുന്നത് 11ാമത്തെ സ്കന്ധമാണ് ഭാഗവതത്തിൻ്റെ. അതായത് ലേറ്റർ, അത് കുറച്ച് സങ്കടകരമായിട്ടുള്ള ഭാഗമാണ്. അതായത് ഭഗവാന്റെ സ്വർഗാരോഹണത്തിന്, അത് വൈകുണ്ഠാരോഹണത്തിന് മുൻപ് ഉദ്ധവൻ വന്നിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങേ പിരിയാൻ പറ്റില്ല, അങ്ങ് എന്തൊക്കെയോ മുൻകൂട്ടി കണ്ടിട്ടുള്ളൊരു കളിയാണ് തോന്നും, വംശം നശിക്കാൻ പോവാണല്ലേ, അങ്ങ് പോകാൻ പോവാണല്ലേ, എൻ്റെ ഉള്ളിൽ പടക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഉദ്ധവനും കൃഷ്ണനായിട്ടുള്ള ബന്ധം ഭയങ്കര കൃഷ്ണനെ ഏറ്റവും മനസ്സിലാക്കി, അത് അർജുനൻ്റെയും കൃഷ്ണൻ്റെയും ഇടയിൽ വരുന്ന ആളാണ് ശരിക്കും ഉദ്ധവൻ. നമ്മൾ അർജുനൻ നാളെ കൃഷ്ണനാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരേണ്ട ഒരാളുണ്ടാവുമല്ലോ, ഒരു സ്റ്റേജ്. അതെ, ആ സ്റ്റേജാണ് ഉദ്ധവൻ എന്ന് പറഞ്ഞത്. കാരണം മധുര പോയി തിരിച്ചു വന്നിട്ട് ആൾക്ക് അറിയുന്നതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഉദ്ധവ ബുദ്ധിസത്തമാന്ന് പറയുക. ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഇൻ്റലിജൻ്റ് ആൻഡ് ബ്രെയിനി. അവിടെയാണ് നമ്മളിനി ഇൻ്റലിജൻസിന് വാല്യൂ കൊടുത്തിട്ട് ഡിവോഷന് താഴ്ത്തിയാണല്ലോ പറയുക. ഉദ്ധവൻ അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ തിങ്കേഴ്സിൽ ഒരാളാണ്, ഏറ്റവും വലിയ സ്ട്രാറ്റജിസ്റ്റാണ്. ആ ആളാണ് ഇത്ര ഡിവോട്ടഡായിരുന്നത്. വിഷം മാറി പോകണതൊക്കെ അല്ലേ. മാത്രമല്ല ജരാസന്ധൻ്റെ വധത്തിൻ്റെ ടെക്നിക്കാരാണ് പറഞ്ഞു കൊടുക്കുന്നത്. യുധിഷ്ഠിരൻ്റെ അവിടെ നിന്ന് നാരദൻ വന്നിട്ട് പറയണു, രാജസൂയം നടത്താൻ പോണു യുധിഷ്ഠിരൻ, ഞാൻ തന്നെ വന്നതാണ് കൃഷ്ണ അങ്ങേ ക്ഷണിക്കാൻ എന്ന് പറഞ്ഞ് നാരദൻ അവിടെ നിൽക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഒരു ചാരൻ ഓടിക്കതിച്ച് വരണത്, ജരാസന്ധൻ്റെ തടവിൽ കിടക്കുന്ന രാജാക്കന്മാരുടെ ദൂതനായിട്ട്, ഞങ്ങളെ രക്ഷിക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭഗവാൻ ഡെലമയാവും, ഇവരെ പോയി ഞാൻ രക്ഷിക്കാൻ നിൽക്കണോ അതോ യുധിഷ്ഠിരൻ്റെ ഇൻവിറ്റേഷന് പോകണോ? അപ്പോഴാണ് വിളിക്കണത് ഉദ്ധവ ബുദ്ധിസത്തമാ. എന്താ അതിൻ്റെ അഭിപ്രായം? ഉദ്ധവ ബുദ്ധിസത്തമാണ്. ബുദ്ധിമാന്മാരിൽ സത്തമൻ, ബുദ്ധിസത്തമൻ, ഏറ്റവും ഉയർന്നവൻ. അപ്പോൾ ഉദ്ധവൻ പറയാണ്, അങ്ങിപ്പോൾ ഹസ്തിനപുരത്തേക്കാണ് പോകേണ്ടത്, ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ് പോകേണ്ടത്. അതെന്താ? അവിടെ ചെന്നിട്ട് അങ്ങേക്ക് അവിടെ ഇരുന്ന് പാണ്ഡവന്മാരെ കൊണ്ട് ജരാസന്ധനെ കൊല്ലിക്കാമല്ലോ. ഇങ്ങനെ ആ വഴി പറഞ്ഞു കൊടുക്കണത്, ആ ഭീമനെ കൊണ്ട് കൊല്ലിക്കുക എന്നുള്ള വഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളത് ഭഗവാന്റെ ലീലയാണെന്ന് പറയും. ഭഗവാൻ തന്നെയായിരിക്കും ഉദ്ധവൻ്റെ പ്രേരണയായത്. പക്ഷെ ഭഗവാനത് ഉദ്ധവനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ഉദ്ധവന് മാത്രമാണ് ഭഗവാൻ ഹീസ് അപ് ടു സംതിങ് എന്ന് മനസ്സിലാവണം. അവസാനം ഭഗവാൻ ഈ കുലം പൊളിക്കാൻ പോകുന്നത് എന്തോ, അങ്ങ് എന്തിനാണ് ആ ഇരുമ്പലൊക്കെ പൊടിച്ച് അത് ഭഗവാൻ ശരിക്കത് ഉഗ്രസേനാണ് കടലിൽ കലക്കാൻ പറഞ്ഞത്. അത് ഭഗവാന്റെ തലയ്ക്ക് വയ്ക്കുന്ന ആൾക്കാർ ആണോ? ഉഗ്രസേനാണ് അത് പൊടിച്ച് ഭഗവാൻ മിണ്ടാണ്ടായിരിക്കുന്നത്. ഹി വാണ്ടഡ് ദം ടു ബി ഡിസ്ട്രോയിഡ്. ഭഗവാൻ നശിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ സാറിന്, ഇവിടെ നമ്മൾ നമ്മുടെ കുടുംബം നന്നാവാൻ വേണ്ടി മക്കളുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഒരു വർഷക്കാലം ഒരു കോളത്തിൻ്റെ ഇല ഓരോ ദിവസവും കഴിച്ചിട്ട് പാശ്വതപുറം നോറ്റിട്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ടോ എൻ്റെ കുടുംബം നശിപ്പിക്കാൻ എനിക്കൊരു മകനെ തരണേന്ന് പറഞ്ഞ ആളാണ് ഗുരുവായൂരപ്പൻ. അപ്പം അങ്ങേരുടെ ചിന്ത എന്താണെന്ന് നമുക്കറിയില്ല. കൃഷ്ണൻ നമ്മൾ കാണുന്ന ആളല്ല. കൃഷ്ണനെ ഇന്ന് സോഷ്യൽ മീഡിയയിലും പുസ്തകങ്ങളിലും ആചാര്യന്മാരും പറഞ്ഞ് നടക്കണ ആളേ അല്ല കൃഷ്ണൻ. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ എറണാകുളത്ത് അങ്ങുണ്ടായിരുന്നു. നരസിംഹ ഒരാളെ കൊന്നിട്ടുള്ളൂ, കൃഷ്ണൻ ലക്ഷക്കണക്കിന് പേരെ കൊന്നവനാണ്. അതും നേരിട്ട് ചതിച്ചിട്ട് പല വിദ്യകൾ ഉപയോഗിച്ചിട്ട്. പിന്നെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചക്രത്തിന് ഇങ്ങനെ തട്ടി വിട്ടിട്ട് കാശിരാജ്യം മുഴുവൻ കത്തിച്ചിട്ട് തിരിച്ചു വന്നിട്ട് കയ്യിൽ വന്നപ്പോൾ പിടിച്ചപ്പോഴാണ് കൈ മുറിച്ചത്. അപ്പോഴാണ് ദ്രൗപദി കെട്ടിക്കൊടുക്കണത്. ഇങ്ങനത്തെ പല വിദ്യകൾ മൂപ്പര് അതായത് അദ്ദേഹത്തിൻ്റെ മോട്ടീവ്സ് എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളായിരുന്നു. എന്നാൽ എല്ലാം പെർഫെക്റ്റ് ലോജിക്കാണ്. 2 മഹാത്മാക്കൾ, നമ്മൾ 2 അല്ല 3 മഹാത്മാക്കൾ നമ്മൾ വലിയ ഉയർത്തിപ്പാടുന്ന 3 ആൾക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ അധർമ്മം ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കത് അനുഭവിക്കേണ്ടി വന്നതെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ഭീഷ്മര്, ഗാന്ധാരി, കർണൻ. ഭീഷ്മരോട് പറയുന്നത് രസം എന്താ വെച്ചാൽ ഗാന്ധാരിയോട് ഒഴിച്ച് കർണനോടും ഭീഷ്മരോടും ഭഗവാൻ വളരെ അറ്റാച്ച്ഡ്, വളരെ അറ്റാച്ച്ഡ്. ഭഗവാനാണ് കർണൻ്റെ ചെത കൊടുക്കുന്നത്. കർണൻ ഇതിൽ കവിഞ്ഞിട്ടൊരു ഭാഗ്യം വേറെ വരാനുണ്ടോ? കർണൻ മാനസികമായിട്ട് ഏറ്റവും അടുപ്പം കൃഷ്ണനോടായിരുന്നു. ഭീഷ്മർക്ക് എന്നും കൃഷ്ണൻ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണല്ലോ അവസാനം അർജുനനെ കൊല വിളിക്കുന്ന അവസ്ഥ എത്തി. ഭീഷ്മർ നശിപ്പിച്ച് കളയും അർജുനെ. ഈ 460ഓളം വയസ്സ് പ്രായമുള്ള പിതാമഹൻ ഈ പേരക്കുട്ടിയെ താവിട് പൊടിയാക്കുന്ന കണ്ട് ആ നിലത്ത് കിടക്കണ തേർച്ചക്രം എടുത്തിട്ട് ഭഗവാൻ അങ്ങോട്ട് അടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ, ഇപ്പം ഇന്നൊക്കെ സുദർശനാണെന്നൊക്കെ ആക്കി, ആ നിലത്ത് കിടന്ന തേർച്ചക്രം എടുത്തത് ഭഗവാൻ. ആ ചക്രം എടുത്ത് കൊല്ലാൻ പോകുമ്പോൾ 2 കയ്യിൽ ആയുധങ്ങളോ തേർത്തിട്ടിട്ട് ഭീഷ്മർ, മാധവ നിൻ്റെ കൈകൊണ്ടുള്ള മരണം മോക്ഷം എന്ന് തൊട്ട് അങ്ങോട്ട് ഇരുന്നു. ഭീഷ്മർ മനസ്സ് പുറത്ത് യുദ്ധം ചെയ്യണേ. കാരണം ദുര്യോധനൻ ഇങ്ങനെ കുത്തുവാക്ക് പറയല്ലേ. അപ്പം അദ്ദേഹം പടകുടിയിരുത്തിക്ക് പോലും പോയില്ല, പടക്കളത്തിൽ തന്നെ രാത്രി നിൽക്കും. അവിടെ തന്നെ നിന്ന് സ്നാനമൊക്കെയാണ്.
വ്രതം സത്യം ചെയ്തല്ലോ, ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ പാണ്ഡവന്മാരെ മുടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കുത്തുവാക്ക് സഹിക്കാൻ പറ്റാണ്ട് അതിൻ്റെ 2-ാം ദിവസമാണ് ഈ സംഭവിക്കുന്നത്. 10-ാമത്തെ ദിവസം ഭീഷ്മർ വീഴുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന എപ്പിസോഡ്സിനോട് ഇതൊക്കെ പറയണം. അപ്പോൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ആയുധം എടുക്കില്ല എന്ന് ഭഗവാനും അവനെക്കൊണ്ട് ആയുധം എടുപ്പിക്കുന്ന ഞാനും പ്രതിജ്ഞ ചെയ്തു. ഭക്തനായിട്ടുള്ള എൻ്റെ ആഗ്രഹവും പ്രതിജ്ഞയും സാധിപ്പിച്ചു തരാൻ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ത്യജിച്ചു. ഞാൻ ആയുധം എടുപ്പിച്ചില്ലേന്ന് ആ ഭീഷ്മസ്തുതി തുടങ്ങുന്നതിന് മുമ്പ് പറയേണ്ടത് ഭീഷ്മർ. ഭഗവാൻ ഇങ്ങനെ തല വീണ് കിടക്കണമെന്ന് ഭഗവാനെ കാണാൻ പറ്റില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അഥവാ പറയുമ്പോൾ ഇങ്ങനെ അടുത്തേക്ക് വന്ന് നിൽക്കുക, കാണാൻ പറ്റുന്ന ഭാഗത്തിന് തല ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോഴാണ് ആദ്യത്തെ ആ വീണ് കഴിഞ്ഞ ഉടനെയാണ് തല തൂങ്ങി കിടക്കണമെന്ന് പറഞ്ഞിട്ട് തല തൂങ്ങി കിടക്കണം, എനിക്ക് തലയണതാന്ന് പറയും. അപ്പോൾ ദുര്യോധനൻ പട്ടുതലയണകളൊക്കെ കൊണ്ടുവരും, ചീറും. എന്ന് പറയും, ഒരു യോദ്ധാവിന് തരേണ്ട തലയണ കാണുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അർജുനൻ 3 ശരങ്ങൾ കൊണ്ട് ഇതാക്കുന്നത് ഭൂമിയിൽ തലവണ ഉണ്ടാക്കി കൊടുക്കണം. കേട്ടോ, അതിൽ തല വെച്ചാൽ കിടക്കണം. അദ്ദേഹത്തിന് തല അനക്കാൻ പറ്റില്ല. ഈ കിടപ്പാണ് ഇനി വരണ ദിവസങ്ങളിൽ. അപ്പോൾ ഭീഷ്മരുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ചെയ്ത അധർമ്മം എന്താണെന്ന് ചോദിക്കും ഭഗവാൻ. ഭഗവാൻ പറയും, അങ്ങ് ചെയ്ത അധർമ്മം സ്വന്തം അച്ഛൻ്റെ കാമപ്രാന്തിന് കൂട്ടുന്നു. മകൻ എന്നുള്ള നിലയ്ക്ക് വലിയ പ്രതിജ്ഞ ചെയ്ത് പേരെടുത്തു എന്നാണ് അങ്ങ് കരുതുന്നത്. അങ്ങൊരു കാര്യം പറഞ്ഞു, അങ്ങ് ക്ഷത്രിയനാണ്, ഭരതവംശത്തിൽ അവകാശിയായിരുന്നു, ജനങ്ങളോടായിരുന്നു അങ്ങയുടെ ആദ്യത്തെ കടമ, അച്ഛനോടല്ല പറയും. ഭീഷ്മർ ഞെട്ടിപ്പോ. കാരണം ഭീഷ്മരുടെ മുഖത്ത് നോക്കിയിട്ട് ആരും ഇന്നേവരെ പറഞ്ഞിട്ടില്ല. ശന്തനു ഒരു പെണ്ണിനെ മോഹിച്ചതുകൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അച്ഛന് വേണ്ടിയിട്ട് ബ്രഹ്മചര്യവും എടുത്ത് രാജ്യം വേണ്ടാന്ന് പറയുന്നവിടെ നിങ്ങൾ യു ലെറ്റ് യുവർ പീപ്പിൾ ഫെയിൽ. നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളെയാണ് തോൽപ്പിച്ചത്. നേരെ മറിച്ച് അങ്ങ് കല്യാണം കഴിച്ച് അങ്ങേക്ക് മക്കളുണ്ടായി, ആ വംശമായിരുന്നു ഇങ്ങനൊരു മഹായുദ്ധം ഉണ്ടാവുമായിരുന്നോ? വംശം കലർപ്പ് വന്നില്ലേ, സങ്കരത്വം വന്നില്ലേ ചോദിക്കും ഭഗവാൻ. സത്യവതി എന്ന് സ്റ്റെപ്പ് ചെയ്തു അന്ന് നശിച്ചു കുരുവംശം. സത്യവതി വ്യാസൻ്റെ അമ്മയായിരിക്കാം, ആ നിലയ്ക്ക് അവർ ഗ്രേറ്റാണ്. അതർവൈസ് ഷീ ഈസ് നോട്ട് ഗ്രേറ്റ് അറ്റ് ഓൾ ഇൻ എനി വേ. ഷീ ഈസ് സോൾലി റെസ്പോൺസിബിൾ ഫോർ ദറ്റ് ഡെബക്കിൾ. ആ വംശം നശിക്കണതിൻ്റെ കാരണം വീത്രവീരനും മറ്റേ മകനും ഒക്കെ അസുഖക്കാരും എന്തൊക്കെ പ്രശ്നങ്ങളാണ് പിന്നെ അവിടുന്ന് വരുന്നത്. പിന്നെ വ്യാസനെ വിളിച്ചു വരുത്തുന്നു, ഓരോ പുത്രഭാര്യമാരെടുത്ത് അങ്ങവരുടെ കൂടെ ശയിക്കാൻ പറയുന്നു. എന്തൊക്കെയാണ് നടക്കണം? വംശം തകരുകയല്ലേ. ഭഗവാൻ എണ്ണിയാണ് ചോദിക്കുന്നു ഭീഷ്മരുടെ അടുത്ത്. അങ്ങ് അച്ഛനെ സുഖിപ്പിക്കാൻ, അച്ഛൻ്റെ മകൻ എന്നുള്ള ആ പേരെടുക്കാൻ വേണ്ടി എടുത്ത പ്രതിജ്ഞ കാരണം ഒരു വംശം മുഴുവൻ നശിച്ചില്ലേ. ഇതാണ് അങ്ങ് ചെയ്ത അധർമ്മം എന്ന് പറയും. ക്ഷത്രിയൻ്റെ ധർമ്മം ജനങ്ങളോടാണ്, അച്ഛനോടോ അമ്മയോടോ കൂടപ്പുറപ്പെടോ. ഇതന്നെയാണ് രാമൻ ചെയ്തത്. സീതയെ ഉപേക്ഷിക്കുമ്പോൾ ജനങ്ങളോടാണ് ധർമ്മം എന്നുള്ള ആ തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഇന്നില്ല. അതുകൊണ്ട് നമ്മളിന്ന് അവരെയൊക്കെ ചീത്ത വിളിക്കുന്നു. രാമനെ ചീത്ത വിളിക്കുന്നു, ഭീഷ്മരെ ചീത്ത വിളിക്കുന്നു. നമ്മൾ ചീത്ത വിളിക്കുമോ പൊട്ടൻ, ആരെങ്കിലും അച്ഛന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കും. നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തലത്തിലുള്ള ധാർമ്മിക ബോധമുള്ള ആൾക്കാരായിരുന്നു അവരൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ധർമ്മം അസ്ഥാനത്തായിട്ടുള്ള ധർമ്മമായിരുന്നു. ശ്രീരാമനെയും കളിയാക്കണില്ലേ, വട്ടരിപ്പാട് കളിയാക്കണില്ലേ, ധർമ്മം അധികം ആചരിച്ചാലും സ്നേഹം അധികമായാലും കണ്ണീരാണ് ബലന്ന് കാണിക്കാനല്ലേ ഗുരുവായൂരപ്പ നീ രാമൻ്റെ വേഷം ഇഞ്ഞത് ചോദിക്കും. സത്യമാണ്, എക്സ്ട്രീംസ് മതി. ഭീഷ്മർക്കും അതാ പറ്റണത്. കർണനിൽ സ്വാർത്ഥ ബുദ്ധി, കോംപ്ലക്സുകൾ, എങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒരാളെ നശിപ്പിക്കുന്നുള്ളത് കർണനിൽ നോക്കിയാൽ കാണാം. പരശുരാമൻ്റെ അടുത്ത് പോയിട്ട് ശാപം മേടിക്കുക, എല്ലാറ്റിലും ഇതാണ് കാണുന്നത്. കൺസിസ്റ്റൻ്റ്ലി ആവശ്യമില്ലാത്ത സ്പർദ്ധയും മത്സരവും നമുക്ക് വളരെ എളുപ്പത്തിൽ പറയും കുന്തി ഉപേക്ഷിച്ചു. ബട്ട് എത്ര മോശം സാഹചര്യങ്ങളിൽ നിന്ന് മഹാത്മാക്കൾ ഉണ്ടായി വരുന്നില്ലേ. എല്ലാവരും കർണനന്മാരി മരിക്കുന്നില്ലല്ലോ. അത് കൃഷ്ണനെ മനസ്സിലാക്കാണ്ട ഗീത മനസ്സിലാവില്ല, ഭാരതം മനസ്സിലാവില്ല. കൃഷ്ണൻ്റെ നേരെ വിരലി ഉണ്ടാനൊക്കെ വളരെ എളുപ്പമാണ്. കൃഷ്ണനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ പണിയല്ല. ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. അത് നമ്മൾ ഈ കഥയിൽ പറഞ്ഞ 16,000 ഭാര്യമാരുടെ ഭർത്താവും നല്ലത് വേറൊരു ഐറ്റമാണ്. ഈ രുക്മിണിയുടെ ഒരു ബന്ധപ്പെടും നമ്മളിങ്ങനെ യാത്ര സംസാരിക്കുകയും ചെയ്തല്ലോ, അതൊന്ന് അതായത് പല ആൾക്കാരും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നത്. മഹാഭാരതത്തിൽ ഭഗവാൻ ഒരു ഭാര്യയുള്ളൂ. ഭഗവാന് ശരിക്കും ജാതകചക്രം നോക്കിയ 7-ാമത്തെ ശനിയാണ്. പക്ഷേ ആൾക്കാർ പറയുന്ന മുഴുവൻ ഒരു ശ്രീലമ്പടൻ എന്നുള്ള പോലെ അതങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഭൗതികതയുടെ നടുക്കാണല്ലോ അദ്ദേഹം നിന്നിരുന്നത്. ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു വസ്തുത, ആരും ഡിസ്കസ് ചെയ്യാതെ പോകുന്ന ഒരു ഏരിയ, മഹാഭാരതത്തിൻ്റെ ആ ക്ലൈമാക്റ്റിക് ആയിട്ടുള്ള എസ്പെഷ്യലി വാറിന് ശേഷം ഉണ്ടാകുന്ന 2 സംഭവങ്ങളുണ്ട്. ഒന്ന് അർജുൻ്റെ തേര് തകർന്നു പോകുന്നത്, 2 പരീക്ഷത്തിൻ്റെ മരണമാണ്. അത് കുഞ്ഞുവാവയായിട്ടുള്ള ഗർഭത്തിലെ പരീക്ഷത്തിൻ്റെ മരണം, പിന്നീടുള്ള മരണമല്ല. അപ്പം അദ്ദേഹത്തിന് ഉത്തരയുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമല്ലോ അശ്വത്ഥാമാവ്. മഹാഭാഗവതത്തിൽ
വിഷ്ണുവിൻ്റെ ഒരു ചൈതന്യം ആ കുഞ്ഞിനെ ഗർഭത്തിൽ പൊതിഞ്ഞ് രക്ഷിച്ചു എന്നാണ് കഥ. പക്ഷെ ഭാരതത്തിൽ അങ്ങനെയല്ല. ദ ചൈൽഡ് ഡൈഡ്. കുട്ടി മരിച്ചു, ഗർഭത്തിൽ മരിച്ചു. പ്രസവിച്ച് ജാബിളില്ല, കരിഞ്ഞൊരു മാംസകഷ്ണം മരിച്ചു. ദ്രൗപദി ആ കുട്ടിയെ പട്ടിലെടുത്തുകൊണ്ട് വന്ന മൃതശരീരം കൊണ്ടുവന്നൊരു സഭയെ കടത്തും. പാണ്ഡവരുടെ വംശമാണ് ഈ കിടക്കണത്. ഈ യുദ്ധം ആർക്ക് വേണ്ടിയാണ് നടത്തിയതെന്ന്, ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു തരാൻ ഒരു മഹാത്മാവും ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് സപ്തർഷികൾ പറയുക, നിത്യം അഖണ്ഡ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഒരുത്താൻ തൊട്ടാൽ ഈ കുട്ടി ജീവിക്കുമ്പോൾ, എന്നിട്ട് അവരും മാറി നിൽക്കും. അവരും അറിയും, അവർ തൊടില്ല, എല്ലാവരും മാറി നിൽക്കും. അപ്പോൾ ദ്രൗപദി ഭഗവാനെ നോക്കിയിട്ട് സഖാവേ എന്നാണല്ലോ വിളിക്കുക. സഖിയും സഖ എന്നാണ് അങ്ങോട്ട് കൊണ്ട് വിളിച്ചിരുന്നു. കൂട്ടുകാരായിരുന്നല്ലോ അവർ. സഖേ, ഇത് അങ്ങേക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ഭഗവാൻ എണീച്ചിട്ട് ആ മൃതശരീരത്തിൽ തൊടുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഗുരുവായൂരപ്പനല്ലേ, മഹാവിഷ്ണു അല്ലേ, അതുകൊണ്ട് തൊട്ട് കുട്ടി ജീവിച്ചു എന്നല്ല. അത് തുടർന്നതും പറഞ്ഞതും മനുഷ്യനായ കൃഷ്ണ. എൻ്റെ അമ്മാവൻ കംസനെ ഞാൻ വധിച്ചത് എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള പക കൊണ്ടല്ലെങ്കിൽ, ധർമ്മത്തിന് വേണ്ടിയാണ് ഞാൻ അയാളെ കൊന്നതെന്നുണ്ടെങ്കിൽ, ധർമ്മത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്നീ നിമിഷം വരെ ജീവിച്ചതെന്നുണ്ടെങ്കിൽ, ഞാൻ അഖണ്ഡമായിട്ടുള്ള ബ്രഹ്മചര്യനിഷ്ഠ കൈക്കൊണ്ട് ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സ്പർശം കൊണ്ട് ഈ കുട്ടി എണീക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തൊടുമ്പോൾ കുട്ടി ഉള്ളേന്ന് പറഞ്ഞ് അങ്ങോട്ട് കരയുക. കുട്ടി ജീവൻ വരണത് ഇത് പറഞ്ഞിട്ട് തൊടുമ്പോഴാണ്. അപ്പോൾ ആരാ ബ്രഹ്മചാരി? അതായത് അമ്മാവനെ കൊന്നതുപോലും എൻ്റെ അമ്മയും അച്ഛനെയും തടവിലിട്ടുകൊണ്ടല്ല, എൻ്റെ ഏട്ടന്മാരെ കൊന്നുകൊണ്ടല്ല, ധർമ്മത്തിന് വേണ്ടിയാണ്. ഞാനാണ് കൃഷ്ണൻ പറഞ്ഞ രാത്രിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യാദവന്മാരുടെ ഭരണക്രമം എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ സിസ്റ്റമായിരുന്നു. റിപ്പബ്ലിക്കൻ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു അധികാരം കിട്ടിയവൻ ഞാൻ രാജാവണമെന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ തുടങ്ങി കംസൻ. അവനെ കൊന്നവരാ. കൃഷ്ണൻ ഒരു രക്തച്ചൊരിച്ചിലില്ലാണ്ട് ഒരു പുതിയ ഭരണക്രമം ഉണ്ടാക്കാൻ അത്യധികം അധ്വാനം ചെയ്ത ആളായിരുന്നു. രാജസൂയ അതായിരുന്നു. പക്ഷേ യുധിഷ്ഠിരൻ്റെ കയ്യിലിരിപ്പുണ്ട്, നഷ്ടപ്പെടുത്തി. ചൂത് കളിച്ചു, ഉള്ളതൊക്കെ കളഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടായി? യുദ്ധം അനിവാര്യമായി. ആദ്യം മര്യാദയ്ക്ക് ഉണ്ടാക്കിയെടുത്താണ്. ആ ലോകക്രമം നിലനിന്നിരുന്നെങ്കിൽ എത്രയോ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനു മുമ്പേ ഒരു മഹായുദ്ധം അനിവാര്യം. അതുകൊണ്ടാണ് ഹസ്തിനപുരത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ഭഗവാൻ ദൂതിന് വരുമ്പോൾ പറഞ്ഞിട്ട് യുദ്ധം എന്തായാലും ഉണ്ടാവുന്ന പറയണം. അത് ഉറപ്പിച്ചിട്ടാണ് വരണം. 18 ദിവസം കൊണ്ട് അക്കാലത്ത് ഭാരതത്തിൽ നിന്നല്ല, ഈ ഭൂമണ്ഡലത്തിൽ എവിടെയൊക്കെ രാജാക്കന്മാരുണ്ടായിരുന്നു അതിലെ സകല ദുഷ്ടജന്മങ്ങളെയും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ചപ്പും ചവറും കരിയിലിട്ട് കത്തിക്കണ മാതിരി മൂപ്പരം അങ്ങോട്ട് കത്തിച്ച് ചാമ്പലാക്കിയിട്ടു. എന്നിട്ട് അദ്ദേഹം റീക്രിയേറ്റ് ചെയ്ത ആ ലോകക്രമമാണ്. അത് രാമൻ വരുന്ന കാലത്ത് ധർമ്മത്തിൻ്റെ ഉദ്യാനത്തിൽ ചെറിയ മിനുക്കുപണികളെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അദ്ദേഹം ചില ചെടികൾ വെട്ടി, കുറച്ച് മരം മുറിച്ചു, പുതിയ കുറച്ച് തൈകളൊക്കെ വെച്ചു, ഒക്കെ സെറ്റാക്കിയിട്ട് അദ്ദേഹം പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാമരാജ്യം എന്ന് പറഞ്ഞാണ്. കൃഷ്ണൻ വരുന്ന കാലമായപ്പോഴേക്കും ആ ഉദ്യാനം കാടും പടലും പിടിച്ചിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ നേരാക്കിയിട്ട് കാര്യമില്ല. മൂപ്പര് JCB കൊണ്ടുവന്ന് കൂട്ടി ഇളക്കി കളഞ്ഞ് പുതിയൊരു ഉദ്യാനം പണിത് വെച്ചിട്ട് പോയി. ബുദ്ധൻ്റെ കാലം വരെ ഓൾമോസ്റ്റ് 5000 years ഇറ്റ് വാസ് ഇൻടാക്ട്. ബുദ്ധൻ്റെ സിസ്റ്റങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട് നാടൻ ഭാഷയെ പറഞ്ഞ ഭാരതീയതയിൽ ചോമ്പേരിത്തം വന്നു. അഹിംസ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. അതോടുകൂടി എന്തായി? പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ കൂടി മെല്ലെ 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 രാജ്യം അടിമപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് ഈ പുറത്തുനിന്നുള്ള മറ്റ് മതപദ്ധതികളിലേക്ക് കടന്നുവരവുകളും ധർമ്മത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്. പിന്നെ ഇന്നത്തെ അവസ്ഥ വരെയുള്ളത് ഒരു വൺ റണ്ണോ നോക്കുകയാണെങ്കിൽ. ഈ യോഗമായിട്ടുള്ള എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു മാനസികാവസ്ഥ നമ്മൾ യശോദയ്ക്ക് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രസവിച്ചു എന്നുള്ള കാര്യം പോലും അവർക്ക് അറിയില്ല. ഒന്നും അറിയില്ല. താൻ പ്രസവിച്ച പെൺകുട്ടിയാണെന്നൊന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ, അവരെ പ്രാണനെ എടുത്തുകൊണ്ട് പോയ മാതിരി കൃഷ്ണനെ കൊണ്ടുപോയപ്പോൾ. പക്ഷേ കാണാൻ സാധിച്ചില്ലല്ലോ. ഇല്ല, വളരെ പ്രായമായിട്ടാണ് കാണുന്നത്. പ്രഭാസത്തിൽ സമന്തപഞ്ചകത്തിൽ വെച്ചിട്ടാണ് കാണുന്നത്. സമന്തപഞ്ചക തീർത്ഥത്തിൽ വെച്ചിട്ട് അമ്മയുടെ മടിയിൽ പോയിരുന്നു ഇത്രയും പ്രായമായ ഭഗവാനെ. എന്നിട്ട് ഭാഗവതത്തിൽ ആ ഭാഗമൊക്കെ ഉണ്ട്, നീ കഴിക്കില്ലേ ഭക്ഷണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ട്. നമ്മൾ കൊച്ചു കുട്ടിയോട് അവരുടെ മനസ്സിൽ ആ 8-9 വയസ്സിൽ ഇവിടുന്ന് പോയ കുട്ടിയാണേ. അതാണ്ട് ഈ ലോകക്രമം മുഴുവൻ മാറ്റിമറിച്ച് ഗീത ഉപദേശിച്ച് യുദ്ധം വരെ കഴിഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനെ നിൽക്കണൊരു വലിയ കാണാൻ സാധിച്ചിട്ടില്ല. കണ്ടിട്ടില്ല. യശോദ നന്ദോന്മാർ ഭഗവാനെ കണ്ടിട്ടില്ല. അവർ കാണുന്നവന് അവസാനം ഈ ഒരു ഘട്ടത്തിലാണ് കാണുന്നത്. പിന്നെ കണ്ടിട്ടില്ല. അതും ഭഗവാന്റെ ഈ കഥകളുടെ ഡൈനാമിക്സിലൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. വാസുദേവൻ ഒരിക്കലും അത് പരബ്രഹ്മമാണെന്ന് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോഴും അങ്ങേർക്ക് ആ കയ്യിൽ കാരാഗൃഹത്തിൽ ജനിച്ച കുട്ടിയായിരുന്നു.
അതിൻ്റെ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നാരദൻ്റെ അടുത്ത് ഋഷിമാരുടെ അടുത്ത് ഉപദേശം ചോദിക്കുമ്പോൾ അവർ ചിരിച്ചിട്ട് പറയും, വസുദേവ അങ്ങയുടെ കഥ കഷ്ടം, പരബ്രഹ്മം മകനായിട്ട് ജനിച്ചിട്ട് ഞങ്ങളോട് ഉപദേശം ചോദിക്കണമല്ലോ ചോദിക്കും. അപ്പോൾ പറയും, എനിക്കിപ്പോഴും അവനെ മകനല്ലാണ്ട് കാണാൻ സാധിക്കുന്നില്ല, അതെൻ്റെ കുറവാണ്. എൻ്റെ കയ്യിൽ ആ ചങ്ങലയുടെ ഇടയിൽ നിന്ന് ഞാൻ എടുത്തിട്ട് പോയ കുട്ടിയാണ് അവനിപ്പോഴും എനിക്ക്. അന്തോവൻ്റെ വീട്ടിൽ കൊണ്ടേ കിടത്തിയിട്ട് വന്ന ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതങ്ങനെയാണ്. നമ്മൾ എത്ര മഹാത്മാക്കളാണെങ്കിലും അവർ നമ്മുടെ അടുത്താണെങ്കിൽ, നമ്മുടെ സ്വന്തമായിട്ടാണെങ്കിൽ നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റില്ല. അത് നാച്ചുറലാണ്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഐസ്ബർഗിൻ്റെ ടിപ്പ് ചെയ്തോട്ടുള്ളൂ. കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓരോ രീതി, ഓരോ ആക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലല്ലോ ഇതുപോലൊരു കുശാഗ്രബുദ്ധി ഈ ഭൂമണ്ഡലത്തിൽ നടന്നിട്ടില്ല. അത് എല്ലാം പർപ്പസ്ഫുൾ, ഒന്നുപോലും തനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തതാണ്. ഒരു വസ്ത്രം പോലും എനിക്കിഷ്ടപ്പെട്ടത്, നമ്മൾ ചുമ്മാ പറഞ്ഞു ഗുരുവായൂരപ്പന് പണ്ടം ഇഷ്ടമാണ്, ആഭരണം ഇഷ്ടമാണ്, വെണ്ണ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു സെൻസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റിനാണ്. അത് ജന്മനാ അങ്ങനെയാണ്. ശരീരം 126 വയസ്സിൽ ശരീരം കളയുമ്പോഴും അങ്ങനെ. കാരാകൃതി ജനിച്ച് പല ആരെങ്കിലും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജനിക്കുമോ? അങ്ങനെ പറഞ്ഞ് ചിരിച്ചിട്ട് കുട്ടികൾക്ക് അറിയുക പതിവ്. മൂപ്പര് ചിരിച്ചോണ്ടാണ് ജനിച്ചത്. മൂപ്പര് ഫസ്റ്റ് തന്നെ ചിരിച്ചോണ്ടാണ് ജനിച്ചത്. കരഞ്ഞത് യോഗമായി വന്നപ്പോഴാണ് കരഞ്ഞത്. കാരണം പ്രകൃതിയാണ്, മായയാണ്. മായ കരയിപ്പിക്കും, ആണ് കരയാണ്. പക്ഷെ ആളിറങ്ങി പോകുമ്പോൾ എല്ലാവരും ഉറങ്ങുമായിരുന്നു, ജയിലിൽ തുറന്നു. അങ്ങനത്തെ രീതികൾ അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. അത് ഓരോന്നും നമ്മളത് സമാധി ഭാഷയിൽ എടുത്തെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഗീത, ഞാനിപ്പോൾ ഈ മുതുവരെ കഥ പറയാൻ ശ്രമിച്ചത് ഭഗവാനെ അങ്ങനെ അതൊന്നും അവസാന വാക്കൊന്നുമല്ല. പക്ഷെ ഭാഗവതമൊക്കെ നമ്മൾ ഇന്ന് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് സാധനമാക്കി മാറ്റി. കുചാലിൻ്റെ വേഷം കെട്ടുന്നു, നരസിംഹത്തിൻ്റെ വേഷം കെട്ടുന്നു, കുറേ ഫാഷൻ പരേഡ് നടത്തുന്നു, കുറേ ഊണ് കഴിക്കാൻ മാത്രം നേരമാകുമ്പോൾ ആൾക്കാർ വരും. ഞാൻ പല ഭാഗവതത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഇടയിലും പറയും, ഈ ഊണ് കഴിക്കാൻ മാത്രം വന്ന് കഴിച്ചു പോകുന്നവൻ ആ അന്നദാനം നടത്തണവൻ്റെ കർമ്മഫലം മുഴുവൻ തിന്നിട്ട് വീഴും. അത് അല്ലാണ്ട് അത് പ്രസാദമായിട്ട് മാറിയിട്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കണമെങ്കിൽ നിങ്ങൾ ഒരു അധ്യായമെങ്കിലും കേട്ടിട്ട് വേണം അറിയേ. ഉണ്ണാൻ വേണ്ടിയിട്ട് ഉച്ചനേരമാകുമ്പോൾ ഭയങ്കര ക്രൗഡാണ്. ഏത് സ്ഥലത്ത് നോക്കൂ, 200 പേര് താഴെ ഭാഗവതം കേൾക്കാണ്ടിരിക്കുന്ന സ്ഥലത്ത് 15,000 പേര് ഊണ് കഴിച്ച കഥ എനിക്കറിയാം ഈ അടുത്ത്. അപ്പം ഇത് മനുഷ്യന് ഇത്രയേ ഉള്ളൂ. ഭാഗവതം അതിനുള്ളതല്ല. ഭാഗവതം എൻ്റർടൈൻമെൻറ്റല്ല. ആൾക്കാർ പറയും, സാർ കുറച്ച് കഥ പറയൂ. പറയും, ഇത് എൻ്റർടൈൻമെൻറ്റിനുള്ളതല്ല, അതിന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതല്ല. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ 7 ദിവസത്തിനുള്ളിൽ മരിക്കും, പാമ്പ് കൊത്തിയിട്ട്. സർപ്പം കൊത്തി മരിക്കുന്ന ഉറപ്പ്. അത് ലോകത്തിലെ ഏറ്റവും ഗംഭീരനായിട്ടുള്ളൊരു സർപ്പം. പക്ഷേ ചില്ലറ ആളൊന്നുമില്ല, മരണം ഉറപ്പാണ്. അപ്പം മരിക്കുന്നതിന് മുമ്പ് മനസ്സിനെ ഉറപ്പിച്ച് ബ്രഹ്മത്തിൽ നിർത്തിയിട്ട് ആ ശരീരം വൃത്തിയായിട്ട് വിടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് 7 ദിവസത്തെ കഥ. ആ ഗൗരവമെങ്കിലും കാണിക്കാൻ മതി. ദുന്ദുകാരി എന്ന് പറഞ്ഞിട്ടൊരു പ്രേതത്തിൻ്റെ കഥയൊക്കെ പറയും. ആ പ്രേതത്തിന് ഈ ഭാഗവതം വായിച്ചു കൊടുത്തപ്പോൾ ആ പ്രേതം ഒരു മുളയിലാത്ര ഇരുന്ന്, 7 മുട്ടുള്ള മുളയിൽ ഓരോ ദിവസവും ഓരോ മുട്ട് പൊട്ടും. അത് നമ്മുടെ 7 കെട്ടുകളാണ്: കാമക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അവസാനത്തെ 7ാമത്തെ അവിദ്യ. ഈ 7 മുട്ടും പൊട്ടിയാലാണ് നമുക്ക് രക്ഷപ്പെടാൻ 7 ദിവസം സപ്താഹം. അല്ലാണ്ട് അവിടെ ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, ഉറങ്ങുക, എന്നിട്ട് സദ്യയെ കുറ്റം പറയുക, ഇത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ വായിക്കണതാണ് കറക്റ്റ്, ആചാര്യം വായിക്കണ തെറ്റി. അത് ഇപ്പോൾ വളരെയധികം കേൾക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും പണ്ഡിതന്മാരാണല്ലോ. അതെ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഭാഗവതം കേട്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ വിമർശിക്കാനൊന്നുമില്ല. ഞാനിപ്പോൾ അതുമാതിരി നാരായണീയവും ഈ സെറ്റ് മുണ്ടിൻ്റെ ഫാഷൻ പരേഡ് നടത്തുന്ന ആൾക്കാരൊക്കെ ഞാൻ ശരിക്കും പറയാറുണ്ട്. അപ്പോൾ പറയും, ഞങ്ങളുടെ ഒരു സന്തോഷമല്ലേ മോനെ എന്താ. ഞാൻ പറഞ്ഞു, അമ്മേ നിങ്ങളുടെ സന്തോഷത്തിന് ഞാനൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് ഈ അന്യോന്യം സെറ്റ് മുണ്ടിൻ്റെ ക്വാളിറ്റിയെ പറ്റി അടി, അവൾ വായിച്ചത് ശരിയല്ല, ഇവൾ വായിച്ചത് ശരിയല്ല, ഞങ്ങളുടെ ടീം വായിച്ചതാണ് നല്ലത്, മറ്റേ ടീം ശരിയല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്പർദ്ധ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പോയില്ലേ. എപ്പോഴാണ് സ്പർദ്ധ വരണം? മറ്റേത് ഭഗവാനല്ല എന്നുള്ള തോന്നലുള്ളതുകൊണ്ടല്ലേ. ഇത് ഭഗവാനല്ല തോന്നല്ല, അപ്പോൾ അത് അശുദ്ധയില്ലേ. ഭഗവാനെ കാണാൻ പറ്റാത്തതുകൊണ്ടല്ലേ. ഈ സാധന പ്രക്രിയകൾ ഇപ്പം വളരെയധികം നാട്ടിൽ ഇപ്പം അറിയാം, ഒരുപാട് സാധന പദ്ധതികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയുള്ളൊരു ഓവറോൾ അഭിപ്രായം എന്താ? കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആ പദ്ധതിയിലേക്ക് അറിഞ്ഞും അറിയാതെയും അല്ലെങ്കിൽ അത് ഇതിലൂടെ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ചിന്തിച്ച് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഈ കഴിഞ്ഞ ഒരു ദീക്ഷ, ഇതൊക്കെ എന്താണ് ഇപ്പം നടക്കുന്നൊരു, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്, എവിടെ നോക്കിയാലും കേൾക്കുന്നൊരു ഇതാണ്. അതിനെപ്പറ്റി എന്താണ് സത്യം പറയാനുള്ളത്? പണ്ടും ഈ വിദ്യകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടാൻ വളരെ കഠിനമായിരുന്നു. അതിന് ചില യോഗ്യതകൾ വേണം, അതിന് ചില തയ്യാറെടുപ്പുകൾ വേണം.
ചില കാത്തിരിപ്പുകൾ വേണം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് ഇതുണ്ടോ വിദ്യ കിട്ടും, അതായി. അപ്പം നാച്ചുറലി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഗുരുത്വം എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല കേട്ടോ. അതുകൊണ്ട് 99% ഇന്നത്തെ ദീക്ഷകളിലും ഗുരുത്തമില്ല. നാടൻ ഭാഷ പറഞ്ഞാൽ കുരുത്തം കേട്ടതാണ്. 99% അങ്ങനെ ആയിക്കഴിയും. കാരണം നമ്മളെവിടുന്ന ഗുരുപരമ്പര തുടങ്ങണത്? നാരായണൻ എന്ന് ആരംഭിച്ചു, ബ്രഹ്മാവ് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് നിർത്തും. പിന്നെ നമ്മൾ ശരിക്കും ഇവിടുന്ന ശാസ്ത്രങ്ങളുടെ ഗുരുപരമ്പര തുടങ്ങാം ശിവനെന്നാണ്. സ്വസ്തി ശിവാദിശ്വരി ഗുരുഭ്യോ നമാന്നിട്ട് നമ്മൾ തുടങ്ങണം, ഭഗവാനെന്നാണ് തുടങ്ങണം. ആ പരമ്പരകളിൽ ഇങ്ങനെ ക്രമമായിട്ട് വരണം. ഞാൻ ദക്ഷിണയുടെ വിഷയമല്ല പറഞ്ഞത്. ഈ ദക്ഷിണയെ വിമർശിക്കുന്നത് ദക്ഷിണ കൊടുക്കാണ്ടിരിക്കുന്നതും അപ്പുറത്തെ സൈഡിലത്തെ കയ്യിലിരിപ്പണം. ഇപ്പുറത്തെ സൈഡിൽ ഇത് കാശ് തന്നാലേ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടും കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്രമത്തിനെയും മാറ്റിമറിച്ച് കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പുറത്തെ സൈഡിലെ പ്രശ്നം. രണ്ടു കൂട്ടർ ഈക്വലി പ്രോബ്ലങ്ങളാണ്. അപ്പോൾ ഇതിന് നല്ലൊരു പ്രൊസീജിയർ ബുക്കൊന്നും അവൈലബിൾ? ഞാൻ ചോദിക്കുന്നൊരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ്. അതെ. കാരണം ചില സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാൻ ഇപ്പോൾ ഒന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറിയാൽ 3 മാസം പ്രൊബേഷനുള്ള ജോലിയിലുണ്ട്, 1 മന്ത് പ്രൊബേഷനുള്ള 6 മന്ത്സ് ഉണ്ട്. ഇവൻ ജോലി റിസൈൻ ചെയ്യുമ്പോൾ ഒരു സാധാരണ അറിയാം 30 ഡേയ്സ് മുതൽ 60 ഡേയ്സ് മുതൽ 180 ഡേയ്സ് വരെ നോട്ടീസ് പീരീഡ് കമ്പനികളുണ്ട്. പക്ഷേ ഇതിനെന്തെങ്കിലും സിസ്റ്റം ചില ആൾക്കാർക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാം, 2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാം. അങ്ങനെ സിസ്റ്റത്തിലില്ല. അതിപ്പോൾ വാമൊഴിയായിട്ടാണെന്നുണ്ടെങ്കിലും എഴുതി വെക്കപ്പെട്ടിട്ടുള്ള രേഖകളാണെന്നുണ്ടെങ്കിലും സിസ്റ്റത്തിലില്ല. ഏത് പുസ്തകമാണെങ്കിലും ഗ്രന്ഥത്തിൽ കണ്ടത് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അതുമില്ല. സൂര്യകാല എല്ലാ ദിവസവും മുന്നേ ഒരു വാമൊഴി ആയതുകൊണ്ടാണ്. അതെ, സൂര്യകാലടിയുടെ കഥയിലുണ്ടല്ലോ. സൂര്യകാലടിയുടെ കഥ എങ്ങനെയാണ് പറയുന്നത്? ആ നമ്പൂരിപ്പാടിൻ്റെ ഉപാസകനായ നമ്പൂരിപ്പാടിൻ്റെ അച്ഛനെ ഒരു യക്ഷി പിടിച്ചു കൊന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഭജനയ്ക്കൊറ്റ വന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ഒരു യക്ഷി പിടിച്ചു കൊന്നു. അപ്പോൾ ഗർഭിണിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ആ കാലത്ത് ഭാര്യ പ്രസവിച്ചു, കുട്ടി കേട്ടു അച്ഛനെ യക്ഷി പിടിച്ചു കൊന്നു. മനസ്സിൽ പകയായി. അങ്ങനെ ശാസ്ത്രങ്ങളും മന്ത്രവാദവും ഒക്കെ അങ്ങോട്ട് പഠിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ ഒരു ഗ്രന്ഥം കിട്ടി അദ്ദേഹത്തിന്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ പ്രകാരം അദ്ദേഹം ആവാഹനം തുടങ്ങിയതോട്ട് അദ്ദേഹം പിന്നെ വലിയ മികച്ച മന്ത്രവാദിയായി. അനവധി സ്ഥലങ്ങളിൽ പോയി യക്ഷികളെ പിടിച്ചു ഹോമിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ യക്ഷി പറഞ്ഞു, നീയൊക്കെ പുല്ലാണ്, നിൻ്റെ അച്ഛനെ കൊന്നയാലെന്ന് പറഞ്ഞു. ഇവളെയാണ് ഞാൻ കാത്തു നടന്നത്. അവർ നിന്നെ എന്തായാലും ഞാൻ ഹോമിക്കുമ്പോൾ അവർ എന്നെ ഹോമിക്കരുത്, നീ എന്നെ ഹോമിച്ചാൽ അതിൻ്റെ ഫലം നീ അനുഭവിക്കുമ്പോൾ. കാരണം മനുഷ്യരെക്കാട്ടിലും ഹയർ ബീയിങ്സാണ് അവർ. അവരെ കൊല്ലാൻ നമുക്ക് അവകാശമില്ല. ബന്ധിക്കാം, കൊല്ലരുത്. പക്ഷെ കേൾക്കില്ല. അദ്ദേഹം അവരെ ഹോമിക്കും. ഐതിഹ്യമലയിലുണ്ട്. ഞാനിപ്പോൾ വേഗം ഓർമ്മ വെച്ചിട്ടാണ് പറയണം. അപ്പോൾ അത് കഴിഞ്ഞ് കൊട്ടാരസം കൊണ്ട് ഐതിഹ്യമലയുണ്ട്. അപ്പോൾ ആ യക്ഷി ശപിക്കും, അഗ്നിയിൽ നശിക്കുന്നതിന് മുമ്പ് നീ മൂത്രം മുട്ടി മരിക്കും ഇത്രാമത്തെ ദിവസം എന്ന് പറഞ്ഞ് ശപിക്കും. ആ ശാപം കേട്ടിട്ട് അദ്ദേഹം അവിടെ ഹോമിക്കും. ഹോമിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സന്തോഷത്തിൽ പോയി വീടെത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് മൂത്രശങ്ക തോന്നും. ഇന്ന് ഒഴിക്കാൻ പോകുമ്പോൾ മൂത്രമൊട്ട് വരില്ല. അവിടുന്ന് പ്രശ്നം തുടങ്ങും. അങ്ങനെ അദ്ദേഹം തിരുവഞ്ചിക്കോട് ക്ഷേത്രം അങ്ങനെ ഏതൊരു ക്ഷേത്രത്തിലാണ്, എനിക്ക് ആ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ വരും, അവിടെ ഭജനയിരിക്കും. അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ മരണവെപ്രാളം കൊണ്ട് ചാടിയിട്ട് കുളക്കരയുടെ ഉത്തരത്തിൽ കടിച്ച പല്ലിൻ്റെ പാടുണ്ടെന്ന് വേദന കൊണ്ട് പറയുക. അപ്പം പ്രാണൻ പോണ വേദനയെ കടന്നിട്ട് മഹാദേവനോട് വിളിച്ച് തരുന്നു അത്രേ, ഭഗവാനെ ഞാൻ ഗ്രന്ഥത്തിൽ കണ്ടത് തന്ന പറഞ്ഞല്ലേ ചെയ്തുള്ളൂ. സൂര്യൻ കൊടുത്തോ ആ ഗ്രന്ഥം, അതാണല്ലോ സൂര്യകാലടി എന്ന് പേര് വരാം. അങ്ങനെ എന്തോ ഗ്രന്ഥത്തിൽ കണ്ടതല്ലേ ചെയ്തുള്ളൂ പറഞ്ഞു. ഗ്രന്ഥത്തിൽ കണ്ടതൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞത് കാലടി എന്ന് ചോദിച്ചു അത്രേ ഭഗവാൻ അകത്തുനിന്ന്. ഗുരു മാർഗനിർദ്ദേശമില്ലാണ്ട് പ്രയോഗിക്കരുത് എന്നുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. സാധാരണക്കാരൻ്റെ ഭക്തിക്കൊന്നും അത് അത്ര ആവശ്യം വന്നില്ല. പക്ഷെ ചിട്ടയായിട്ട് ഒരു സാധന, അല്ലെങ്കിൽ അതിലുപരിയായിട്ടൊരു ഉപാസന. സാധന വെച്ചാൽ ഒരു പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സാധന. അത് ആധ്യാത്മികമാവാം, ഭൗതികമാവാം. പക്ഷെ അതിലുപരിയായിട്ട് ഈശ്വരനോടുള്ള നമ്മുടെ ഒരു ആ മൂർത്തിയോടുള്ള സ്നേഹത്തോടെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക. അങ്ങനെ ഇരുന്നാൽ അത് ഉപാസനയായി. അതിനനുസരിച്ചിട്ടുള്ള ഈ സാധനയും ഉപാസനയും ഇപ്പോൾ പറഞ്ഞല്ലോ. ഇപ്പം സാധാരണ തുടക്കത്തിലുള്ള സംഭാഷണങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഓരോ പ്രായത്തിന് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ലൗകിക ജീവിതത്തിലുള്ള ഒരാൾ ഒരു ഉപാസന ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം ഒരു തെറ്റുമില്ല. പക്ഷെ ഒരു സാധന ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും അത് ആധ്യാത്മിക സാധനമായിട്ട് എടുക്കുമ്പോൾ അതിനുണ്ടാകുന്നൊരു വൈരുദ്ധ്യം ഇല്ല. എന്തായാലും വൈരുദ്ധ്യമുണ്ട്. എങ്ങനെയാണ് പ്രശ്നം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹസ്ഥനായി ഇരുന്നു കൊണ്ട് വേണം ചെയ്യാൻ. ഗൃഹസ്ഥൻ്റെ ധർമ്മം ചെയ്യുന്നത് മുഴുവൻ ഈശ്വരാർപ്പണമായിട്ട് ചെയ്തുകൊണ്ട് വേണം ആ സാധന.
അപ്പോഴേ അത് ആധ്യാത്മിക സാധനം പൂർണ്ണമുള്ളൂ. ഇല്ലാണ്ട് ഗൃഹസ്ഥനായിട്ടിരുന്നിട്ട് ഞാൻ സന്യാസിമാരി അഭിനയിച്ച കുടുംബം നശിച്ചു പോയില്ലേ? ഉത്തരവാദിത്തം ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ, കർമ്മം ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നശിച്ചു പോയില്ലേ? അപ്പോൾ അവിടെ ഏത് ആശ്രമത്തിൽ നമ്മളിരിക്കണോ, നമ്മൾ ബ്രഹ്മചര്യാശ്രമത്തിലാണെങ്കിൽ ബ്രഹ്മചര്യാശ്രമത്തിൽ, ഗൃഹസ്ഥാശ്രമത്തിൽ എന്തിലിരുന്നിട്ടും അതാത് ധർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണതാണ് ആധ്യാത്മിക സാധന. ക്ലിയർ ആയല്ലോ? അങ്ങനെ അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ അതാണ് പ്രശ്നം. അപ്പം നമ്മുടെ പാരമ്പര്യങ്ങളിൽ അനവധി മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം മറ്റു മതപദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് സിസ്റ്റമാണ്, സിമ്പിളാണ് ഫോളോ ചെയ്യാൻ. അതെ. നമുക്കങ്ങനെ ഒരു ബുക്ക് ബേസ്ഡ് നമ്മൾ ഓരോ വ്യക്തിയുടെ അഭിരുചി അനുസരിച്ചും കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും സ്വഭാവത്തിനനുസരിച്ചും ഭാഷയ്ക്കനുസരിച്ചും ആശ്രമത്തിനനുസരിച്ചും ഒക്കെ മെത്തേഡ്സ്, എന്താ പറയുക, മൾട്ടിറ്റ്യൂഡ് ഓഫ് മെത്തേഡ്സ് ആണ്. എത്രയോ പദ്ധതികളാണ്. ഇതിലേത് തിരഞ്ഞെടുക്കണം നമുക്ക് അറിയാണ്ട് വരും. ഇപ്പം ഞാൻ ഒരു ഈ അടുത്ത് ഇവിടെ കേട്ടുള്ള ഒരു വാചകമാണ്. ഇപ്പം ഞാനൊരു ഉപാസന അല്ലെങ്കിൽ ഒരു സാധന ചെയ്യുന്നു ഒരു ഗുരുവിൻ്റെ കീഴിൽ, വേറൊരാൾ വേറൊരു സാധന ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ ചിലപ്പം ഇന്നത്തെ സിറ്റുവേഷൻ ആണല്ലോ, യൂട്യൂബ്, മൊബൈലെല്ലാം, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഒന്ന് മാറുന്നു, അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, തിരിച്ച് ഇന്നിപ്പം ഇങ്ങോട്ട് വരുന്നു. ഈ എക്സ്ചേഞ്ചുകൾ ഈ ചിലപ്പോൾ അത് തിരിച്ചറിവാവാം. അതെ. പക്ഷെ അപ്പം ഉണ്ടാകുന്നൊരു പ്രശ്നം, ഈ ഒരു ഗുരുവിന് പ്രശ്നം, അവിടുത്തെ ഗുരുവിന് പ്രശ്നം, ഈ ഒരു ക്ലാനും ഈ കൾട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിലൊരു വല്ലാത്തൊരു, എന്താ പറയുക, ഒരു ഒരു സെൻട്രലൈസ്ഡ് അല്ല. കാരണം അവർ പറയണത് ശരി, അല്ലെങ്കിൽ ഇത് പറഞ്ഞതല്ല ശരി. അപ്പോൾ ഇത് സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ഞാനുള്ളൊരു ലളിതമായിട്ടൊരു കാര്യം പറയാം. ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കുക, അത് മാത്രമേ വേണ്ടൂ. ഭഗവാനെ സ്നേഹിക്കാത്തവൻ ഗുരുവായ അവൻ ഗുരുവാവൂല, ഭഗവാനെ സ്നേഹിക്കാത്തവൻ ശിഷ്യനായ അവൻ ശിഷ്യനാവൂല. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പ പണി ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കുക കേട്ടോ. ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കുക, അദ്ദേഹത്തിനോട് നമ്മളിൽ ഒരാളെ പോലെ സംസാരിക്കാൻ പഠിക്കുക. ആദ്യമേ കയറി ബ്രഹ്മം എന്നൊന്നും വിളിച്ചേക്കരുത്. സമയമാകുമ്പോൾ അത് മൂപ്പര് ബ്രഹ്മം എന്താണെന്ന് തിരിച്ചറിയിപ്പിച്ച് 1-to-1 കോൺവെർസേഷൻ തുടങ്ങുക. പണ്ട് ആരോ, ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രഭാഷണത്തിൽ, എന്താ പ്രാർത്ഥനയും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം? പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ എൻ്റെ വായിൽ വന്നതാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നമ്മൾ അങ്ങോട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാൻ കേൾക്കണത് പ്രാർത്ഥന, മൂപ്പര് പറഞ്ഞത് നമ്മൾ മിണ്ടാണ്ടിരുന്ന് കേൾക്കണത് ധ്യാനം എന്ന് പറഞ്ഞു. എൻ്റെ വായിൽ പെട്ടെന്ന് വന്നാ, ഞാൻ തന്നെ ഇത് ഇവിടുന്നാ വന്നതെന്ന് പറഞ്ഞിട്ട് ഞെട്ടി. ഒന്നുകൂടി പറയൂ. നമ്മൾ നിർത്താതെ അങ്ങോട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പ്രാർത്ഥന. ഒരു നിമിഷം നിർത്തി ഭഗവാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടാൽ അത് ധ്യാനം. അദ്ദേഹം പറയുന്നുണ്ട് നമ്മളോട്, അത് നമ്മൾ കേൾക്കുന്നില്ല. അത് കേൾക്കണമെങ്കിൽ ധ്യാനം വേണം. മനസ്സ് ചഞ്ചലത പോയി ഒരു സിംഗിൾ തോട്ടിൽ വരും. വിക്ഷേപങ്ങൾ കുറയണം. ഈ റോക്കറ്റിൽ, നമ്മൾ ഈ വിഷുവിൻ്റെ റോക്കറ്റ് മേടിച്ചിട്ട് അതിനെ കൊളുത്തിയിട്ട് അത് പല വഴിക്കും കടന്നു പോകും. അതുപോലെയാണ് നമ്മുടെ മനസ്സ്. എനി ഗിവൺ മൊമെൻറ്റ് അത് മാറ്റി നിർത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനം. രണ്ടാമതൊരു ഈ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിൻ്റെ കാര്യം, ഈ നമ്മൾ മറ്റുള്ള മനുഷ്യന്മാരെ സ്നേഹിക്കുന്നത്, ഇപ്പം എപ്പോഴും എനിക്ക് വ്യാസനൊക്കെ ഉള്ള പറയുന്ന കാര്യമാണ്, നിങ്ങളെ കൂട്ടിയത് പറയുന്നതാണ് ഈ എന്താ പറയുക, മാനവസേന മാധവ സേവ എന്നുള്ളത്. അതെ, അതും ഒരു വലിയൊരു ഒരു ഉപാസനയല്ല. ഉപാസനയാണ്, പ്രൊവൈഡഡ് യു ഡെഡിക്കേറ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് ഇറ്റ് ടു ഭഗവാൻ. സമൂഹത്തിനെ സേവിക്കുമ്പോൾ വരുന്ന, സമൂഹത്തിന് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ 99% നമ്മൾ ഇന്ന് കാണുന്ന സമാജസേവയിൽ വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അപ്പോഴും ഞാനുണ്ട് പേരെടുക്കാൻ. ഞാനാണ് അവർക്ക് ആ ഓപ്പറേഷനുള്ള പൈസ കൊടുത്തത്, ഞാനാണ് അതിന് ഫണ്ട് വിളിച്ചത്, ഞാനാണ് അവിടെ മരം നട്ടത്, ഞാനാണ് ഈ ബസ് സ്റ്റോപ്പ് കെട്ടിയത്. ഇങ്ങനെ പറയുമ്പോൾ അത് ഫ്ലെക്സും വെക്കുന്നുണ്ടല്ലോ, ഒരു ഫ്ലെക്സ് വയ്ക്കുന്നുണ്ട്, ഫേസ്ബുക്കിൽ കൊടുക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള പബ്ലിസിറ്റിയും കൊടുക്കുന്നുണ്ട്. അത് എപ്പോഴാണോ ഈ കൈ കൊടുത്തത് ഈ കൈ അറിയാതിരിക്കുന്നതും, ഇനി അറിയുന്ന കയ്യിൽ തന്നെ അതിനെ, ഇത് ഞാനല്ല ചെയ്ത്, ഇത് ഭഗവാനാണ്, ഇതം നമമാന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ മാത്രമേ കർമ്മയോഗം കൊണ്ട് മോക്ഷം കിട്ടുള്ളൂ. അല്ലാണ്ട് കർമ്മയോഗിയാണെന്ന് വെച്ചിട്ട് മോക്ഷം കിട്ടില്ല. കർമ്മയോഗത്തിന് ആ ചെയ്ത കർമ്മത്തിനെ ഭഗവാന് സമർപ്പിച്ചിരിക്കണം. എന്തിനാ ഭഗവാന് സമർപ്പിക്കണം? ഭഗവാൻ ഇതൊക്കെ കേട്ടിട്ട് കിക്കായിട്ട് അവൻ എനിക്ക് തന്ന അപ്പം ഞാൻ മോക്ഷം കൊടുത്തി, അതല്ലാതെ ലൈറ്റ് അനശ്വരമായിട്ടുള്ള ആത്മാവിലേക്ക് അതിനെ സമർപ്പിക്കുകയാണത്. ഭഗവാനിൽ ഈഗോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല, നമ്മളാണ് ഈഗോ ഉള്ളത്. ഭഗവാനിൽ സത്യം പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഇല്ല. നമ്മൾ ഓരോരുത്തരെയും ഐഡൻറ്റിറ്റി കൂടിയാണ് ഭഗവാൻ പ്രകാശിക്കുന്നത്. അപ്പം നമ്മൾ ഈശ്വരൻ്റെലേക്ക് സമർപ്പിക്കും. ഇപ്പം നല്ലൊരു വീഡിയോ ചെയ്തു, ഇപ്പം ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേമിന് തോന്നണം, കുഴപ്പമില്ല, അയാൾ വലിയ പൊട്ടത്തരമൊന്നും പറഞ്ഞില്ല, വിചാരിച്ചത്ര ഞാൻ എന്ന് ഇൻ്റർവ്യൂവിൽ കൊള്ളാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിവേകിനോട് ചോദിക്കണം, വിവേക് കൊള്ളാം, നിങ്ങൾ രണ്ടുപേരും സംതൃപ്തിയായിട്ട് തൃശ്ശൂർക്ക് പോകുന്നു. ആ പോകുന്ന പോക്കിൽ നിങ്ങളുടെ ഒരു സുഖമായിട്ട് എടുത്തുകൊണ്ട് പോയാൽ നിങ്ങളുടെ കർമ്മത്തിൽ കിടക്കും. നേരെ കുറച്ച് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതാ ഭഗവാന് ബ്രഹ്മത്തിൽ സമർപ്പിക്കണു. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഫ്രീ ആയി, കൂടുതൽ സന്തുഷ്ടരായിട്ട് വീട്ടിലേക്ക് പോകും. ചിലപ്പോൾ ശക്തിനെ കൊണ്ട് ആൾക്കാർ നമ്മളെപ്പോഴും പഠിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ ഈ ഒരു ജേണി തുടങ്ങിയതിന് ശേഷം നമ്മളിപ്പം ഒരു വീഡിയോ ചെയ്യുമ്പോൾ
അതെനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഞാനിങ്ങനത്തെ ഇതിൽ വരുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആളല്ല. വളരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും എന്താ പറയുക, ഈ സോ കോൾഡ് ഒരു മുഖം എനിക്കില്ല. ശരിയാ. പക്ഷേ ഇപ്പോൾ ഈ എന്താ പറയുക, നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലേക്കാണ് കേൾക്കുന്നത്. കാരണം ഇത്രയും ശ്രദ്ധയോടെ ഞാൻ കോളേജ് ക്ലാസ്സോ സ്കൂൾ ക്ലാസ് പോലും കേട്ടിട്ടില്ല. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്തോളൂ, നമ്മൾ പുറത്തേക്ക്. ശരിയാ. അപ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ അതാണല്ലോ സത്സംഗം എന്ന് പറഞ്ഞത്. അതെ സത്യം സത്സംഗത്തിൻ്റെ ട്രാൻസ്ഫോർമേറ്റീവ് പവർ അതാണ്. തീർച്ചയായിട്ടും അത് 18 സ്റ്റെപ്സിലൂടെ ഇപ്പോൾ ശരത്തേട്ടൻ എല്ലാവരും പറയും ശരത്തേട്ടൻ്റെ പ്രഭാഷണം ഭയങ്കര ഇൻഫർമേറ്റീവാണ് പറയും. എനിക്ക് കേട്ടാൽ ഭയങ്കര സങ്കടം വരും. ഞാൻ ഇൻഫർമേഷൻ തരാനല്ല പറയണം, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനാണ് പറയണത്. ഞാൻ പറഞ്ഞ ഒരു ഡീറ്റെയിൽ നിങ്ങൾ ആലോചിക്കണ്ട. എനിക്കൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ 10 ഇരട്ടി ചേഞ്ച് നിങ്ങൾക്ക് വിചാരിച്ചാൽ കിട്ടും. ഗുരുവായൂർ പോകുന്ന ഞങ്ങൾ കംപ്ലീറ്റ് അപ്രോച്ച് മാറിയത് 18 സ്റ്റെപ്പ് തുറന്നത്. അപ്പോൾ ഞാൻ അത് കേട്ടതിന് ശേഷം നമുക്ക് എന്താണ് ഈവൻ എനിക്ക് തോന്നുന്നത് നമ്മളൊപ്പം വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന കുറേ പിള്ളേരുണ്ട്. ഓരോ സ്ഥലത്തിനും ആ കഴിവുണ്ട് പ്രേംജി. പക്ഷേ നമുക്ക് എല്ലായിടത്തും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഗുരുവായൂർ സെലക്ട് ചെയ്ത് ഭഗവാൻ അവിടെയാണ് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. ഇതുമാതിരി ശബരിമല എടുത്താൽ, ഇതുമാതിരി സെൻറ്റർ പോയിൻ്റാണ്. ഇതുമാതിരി കൊടുങ്ങല്ലൂർ എടുത്താൽ, ഇതുമാതിരി പത്മനാഭസ്വാമി എടുത്താൽ, അല്ലെങ്കിൽ ഇതുപോലെ ശ്രീരംഗം എടുത്താൽ, ഇതുപോലെ ഉടുപ്പി എടുത്താൽ, ഇതുപോലെ മൂകാംബി എടുത്താൽ, അതിനൊക്കെ ഓരോരോ ചാനലുണ്ടാക്കിയാൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെയൊക്കെ കോർ സാധനത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ മനുഷ്യ ആയുസിൽ സമയം കുറവല്ലേ, നമുക്ക് ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യാം. അതെ, ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അടുത്ത ഇതിലൊക്കെ നമുക്കത് പറയേണ്ടതുണ്ട്. ഈ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് അങ്ങയുടെ ബുക്കിനെ പറ്റിയിട്ടാണ്. 2 ബുക്ക്, ഇപ്പോൾ ഒരു ബുക്ക് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ ഈ 18 മെഡിറ്റേഷൻ ഫോർ ഒരാൾക്ക് വേണ്ട എല്ലാ സാധനവും എന്നൊരു ബുക്കാണ്. പക്ഷെ അത് എന്താ പറയുക, മലയാളത്തിൽ അത്ര അധികം അത് ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടില്ല. അത് എന്നാണ് നമുക്ക് കൃഷ്ണാസ് വിസ്പർ എന്നാണ് അതിൻ്റെ പേര്, 18 മെഡിറ്റേഷൻസ് ഫോർ പ്രോസ്പെരിറ്റി. അത് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഞാൻ പ്രേക്ഷകരോട് പറയും, വളരെ ഗൈഡഡ് മെഡിറ്റേഷനുള്ള ഒരു ബുക്ക്. ഗൈഡഡ് മെഡിറ്റേഷൻ ഓഡിയോ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഗൈഡഡ് മെഡിറ്റേഷനിലൊരു ബുക്ക് പുസ്തകമായിട്ട് ഒരാൾ പോലും ആമസോണിലൊരു നെഗറ്റീവ് സ്റ്റാർ തരാത്ത അല്ലെങ്കിൽ നെഗറ്റീവ് റിമാർക്ക് എഴുതാത്തൊരു ബുക്കാണ്. അതെ. അപ്പോൾ അതേക്കുറിച്ച് 2 വാക്ക് പറയാം, എങ്ങനെയാണ് അങ്ങനെ എഴുതാണ്ട സാഹചര്യം? അത് ശരിക്കും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഗുരുവായൂർ ആറാട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കോവിഡ് വന്നു, 3ാമത്തെ തവണ. ആദ്യം ഒരു തവണ വന്നു, ഒമിക്രോൺ വന്നു, പിന്നെ വീണ്ടും വന്നു, വാക്സിനൊക്കെ എടുത്താണ്, എന്നാലും വന്നു. ആറാട്ട് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് നല്ല വയ്യാണ്ടായി. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു സെൽഫ് ഇമ്പോസ്ഡ് ഇംപ്രിസൺമെൻറ്റ് വരിക, ഞാൻ വീട്ടിൽ തന്നെ അടച്ചിരിക്കേണ്ട ഒരവസ്ഥ വന്നു എനിക്ക്. പിന്നെ വീട്ടിലാരും എൻ്റെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ആ സമയത്ത് വെറുതെ ഇരിക്കാൻ വയ്യ. ട്രിവാൻഡ്രത്ത് അഭേദാശ്രമത്തിലൊരു ജപയോഗം ക്ലാസ് ആ കാലത്ത് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് നോട്ടും സംഭവങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് വെച്ച് കുറച്ചുകൂടെ വിപുലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഇത് നോക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഞാൻ ആലോചിച്ചത്, എന്നാൽ പിന്നെ ഒരു വർക്ക്ഷോപ്പായിട്ടൊരു കൃഷ്ണൻ്റെ ഒരു മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ് ഉണ്ടാക്കിയാലോ. അത് നമ്മൾ സാധാരണ പറയണമാതിരി ഒരു മെഡിറ്റേഷൻ ആവരുത്. ഭഗവാന്റെ ജീവിതത്തിലെ ഓരോ ഇൻസിഡൻസിനെ എടുത്തിട്ട് അതിനെ ധ്യാനിക്കുക. ഉദാഹരണത്തിന് ഇപ്പം കാളിയമർദ്ദനം എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ എലമെൻറ്റും ഈ ധ്യാനിക്കണവനായി മാറണം. ആദ്യം വിഷം തുപ്പണ കാളിയൻ ധ്യാനിക്കണവനാണ്, അവൻ്റെ ഭാര്യമാരും കാളിയനാണ്, നമ്മളാണ്. വിഷലിപ്തമാവണ യമുനിയും നമ്മളാണ്, അവിടെ നിശ്ചലമായി നിൽക്കണ കാറ്റും നമ്മളാണ്, അതിൻ്റെ കരയിൽ നിൽക്കണ കരിയാത്ത കടമ്പ് വൃക്ഷവും നമ്മളാണ്. ഇത്രയും വിഷം തട്ടിയിട്ടും കരിയാത്ത, അവിടെ വന്നിട്ട് വെള്ളം കുടിച്ച് മരിച്ചു വീണ ഗോപകുമാരന്മാർ നമ്മളാണ്, പശുക്കൾ നമ്മളാണ്. ഇങ്ങനെ ധ്യാനിപ്പിച്ചാൽ തുടങ്ങുക. നെഗറ്റീവായിട്ടുള്ള അന്തരീക്ഷത്തിലെ ധ്യാനമാണ് തുടങ്ങി വന്ന് അവസാനം അവിടെ ചീറിയടിക്കണ കാറ്റ്, ഭഗവാൻ വരനോട് കൂടിയിട്ട് ആ അന്തരീക്ഷം മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അതൊക്കെ നമ്മളായി അവസാനം നമ്മൾ ഭഗവാനാവും, ഭഗവാന്റെ നൃത്തമാവും. വെൻ ദ ഡാൻസർ ബിക്കംസ് ദ ഡാൻസ്. അതാണല്ലോ ലയം. നടരാജൻ തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ നടരാജമന്ത്രം എന്ന് പറയില്ല, നൃത്തമന്ത്രം എന്നേ പറയുള്ളൂ. നൃത്തത്തിൻ്റെ മന്ത്രം നടരാജമന്ത്രം എന്ന് പറയില്ല. ഈ സിംഗർ ബിക്കംസ് ദ സോങ്, പാട്ടുകാരൻ പാട്ടായി മാറുക, നർത്തകൻ നൃത്തമായിട്ട് മാറുക, അതിലല്ല ലയം. ആ അവസ്ഥയിലേക്ക് അങ്ങനെ പടിയായിട്ട് എത്തിക്കുന്നൊരു ടെക്നിക്ക് ഇതൊന്ന്. ഇനി യുദ്ധരംഗത്ത് അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിനെ ധ്യാനാക്കിയിട്ടാണ് അത് പോണത്. അതേപോലെ തന്നെ അമ്പാടിയത്തെ ഈ രസകരമായിട്ടുള്ള ബാലലീലകളും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഒരൽ നമ്മളാണ്, വൃക്ഷം നമ്മളാണ്. അപ്പോൾ പറഞ്ഞ് പൊട്ടി വീഴുമ്പോൾ അതിന് വരുന്ന മണ്ണ് നമ്മളാണ്, മരങ്ങൾ വീഴുമ്പോൾ. അപ്പോൾ ഞാനും നീയും ഒന്നാണെന്നുള്ള ഈവൻ ഭഗവാനെ ബന്ധിച്ച കയറ് നമ്മളാണ്, ഭഗവാൻ നമ്മളാണ്.
ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണ ഒരു സിസ്റ്റമാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇത് വെറുതെ കുറേ നോട്ട്സായിട്ട് എടുത്തു വെച്ചു. പണ്ട് ഞാൻ ചെയ്ത് നോക്കിയ സാധനങ്ങളാണ്, ഇതൊന്നും ഒരു പുസ്തകത്തിലൊന്നും ഇല്ല വേറെ. അപ്പോൾ എഴുതി വെച്ചപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഇതോ പിന്നെ ഒരു ബുക്കാക്കിയാലോ. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എനിക്ക് ചില സമയത്ത് എഴുതാൻ പറ്റുന്ന ഇംഗ്ലീഷായിരുന്നു. ഞാനത് ഇംഗ്ലീഷിലായി. അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി. അത് എന്താ പറയുക, ആദ്യം ഈ പുറത്താണ് പബ്ലിഷ് ചെയ്ത്, US അവിടെ ഒത്തിരി കോപ്പീസ് പോയത്. ആ അത് നല്ലോണം, അത് രണ്ടും ഹാർഡ് ബൗണ്ടും ഇപ്പോൾ അത് ആമസോണിൽ അവൈലബിൾ ആണ്. അവൈലബിളാണ്. ഇന്റർനാഷണൽ എഡിഷനും അവൈലബിൾ ആണ്. എല്ലാ അത് രാജ്യങ്ങളും മറ്റേ കിൻഡിലും അവൈലബിൾ അല്ലേ? ഇന്ത്യയിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലും അവൈലബിളാണ്. ഇന്ത്യയിൽ മാത്രം ബ്ലൂ റോസ് എന്ന് പറഞ്ഞിട്ട് പബ്ലിഷറൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ വർഷത്തെ വേൾഡ് ബുക്ക് ഫെയറിൽ ആണ് റിലീസ് ചെയ്തത്, ഇന്ത്യൻ എഡിഷൻ. അത് ഈ വർഷം രാജ്യത്തെ മികച്ച പുസ്തകങ്ങൾ ഈ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ഹാൾ ഓഫ് ഫെയിം ഉണ്ട് വേൾഡ് ബുക്ക് ഫെയർ. അവരിങ്ങനെ ഷോക്കേസ് ചെയ്യും. കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്തതിലെ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ പറഞ്ഞാൽ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം ഡൽഹിയിലെ പ്രഗതി മൈതാനി നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ഈ ഹാൾ ഓഫ് ഫെയിമിൽ ഈ പുസ്തകം വന്നിട്ടുണ്ട്. എന്തായാലും ഈ ബുക്കിൻ്റെ ലിങ്ക് മലയാളം വരുന്നുണ്ട്. ലിങ്ക് നമ്മളൊന്ന് കമൻസിൽ കൊടുക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഈ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ സന്തോഷം. സന്തോഷം. വന്നതിനും പരിചയപ്പെട്ടിരുന്നു.